നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇറാൻ കപ്പൽ മുക്കി അമേരിക്ക. കരയിൽ നിന്ന് കടലിലേക്ക് പകരുന്ന യുദ്ധച്ചൂട്. അമേരിക്കയുടെ കപ്പൽ മുക്കിയെന്ന അവകാശവാദവുമായി ഇറാൻ. പേർഷ്യൻ ഗൾഫിൽ വീണ്ടും മിസൈലുകളും ഡ്രോണുകളും. അതോടൊപ്പം ലോക രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങളും കുലുങ്ങുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും സ്ഫോടക മേഖലയാകുമോ? എണ്ണവില മുതൽ ആഗോള സുരക്ഷ വരെ എല്ലാം ആശങ്കയിൽ. ഇത് മുന്നറിയിപ്പോ അതോ വലിയ യുദ്ധത്തിന്റെ ആദ്യ പൊട്ടിത്തെറിയോ? ഇറാനും അമേരിക്കയും നേർക്കുനേരെത്തുമ്പോൾ പശ്ചിമേഷ്യയിലെ സംഘർഷം എന്ന് തീരും? കണക്കില്ലാത്ത ആയുധ ശേഖരത്തിന്റെ ബലത്തിൽ പശ്ചിമേഷ്യയിൽ ശക്തിപ്രകടനം തുടരുകയാണ് ഇറാൻ. മിസൈലുകൾ, ഡ്രോണുകൾ, നാവിക ശക്തി. കടലിലും കരയിലും ഇറാൻ സൈനിക മസിൽ പെരുപ്പിക്കുമ്പോൾ പ്രദേശത്ത് ആശങ്കയും സംഘർഷവും കൂടി കത്തുകയാണ്. കടൽ യുദ്ധം അടുത്ത എണ്ണ പ്രതിസന്ധിയുടെ തുടക്കമാകുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. ഇന്ന് അമേരിക്കയുടെ ഒരു കപ്പൽ മുക്കിയെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് പൊള്ളയായ ആരോപണമാണെന്നാണ് അമേരിക്കയുടെ നിലപാട്. അതേസമയം ഇന്നലെ ഇറാന്റെ കപ്പൽ അമേരിക്ക തകർത്തിരുന്നു. ഒരു ഇറാൻ കപ്പൽ കൂടി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ട് എന്നത് ആശങ്ക കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതേസമയത്ത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നത് ഇറാൻ തുടരുന്നത്. അബുദാബിയിൽ ഇങ്ങനെ ആക്രമണമുണ്ടായി, കുവൈറ്റിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. ഓരോ ദിവസവും കാഠിന്യം കൂടി വരികയാണ്. പ്രൈം ഡിബേറ്റിൽ ശ്രീ ബൈജു തിട്ടാല, ശ്രീ പണിക്കർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീ രഘുനാഥ് ചൈതന്യ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ MS വേണുഗോപാൽ, ഇന്ന് പുതുതായിട്ട് വന്നിരിക്കുന്നത് കടൽ യുദ്ധത്തിലേക്ക് കടക്കുന്നു എന്നതാണല്ലോ. ഇന്നലെ തന്നെ അത് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വ്യാപ്തി കൂടുന്ന ഒരു കാഴ്ച കൂടി ഇന്ന് കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇന്ന് ഇറാൻ അവകാശപ്പെട്ടിരിക്കുന്നത് അവർ അമേരിക്കയുടെ ഒരു കപ്പൽ തകർത്തു എന്നാണ്. പക്ഷേ അത് അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല, മറ്റ് രാഷ്ട്രങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ അവരുടെ ഒരു കപ്പൽ തകർത്തു എന്നാണ്. ഇതോടൊപ്പം ഹോർമൂസ് കടലിടുക്കിൽ കൂടുതൽ ശക്തമായ ബ്ലോക്ക് ഉണ്ടാകാനായിട്ട് ഇറാൻ തയ്യാറായിരിക്കുന്നു. തീർച്ചയായിട്ടും ആ മേഖല ഇനി തുറന്നു കൊടുക്കില്ല എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം US അവകാശപ്പെടുന്നത് ഞങ്ങളുടെ നേവിയെ ഉപയോഗിച്ച് അവിടെ തുറക്കും, സാധാരണഗതിയിലുള്ള യാത്ര സുഗമമാക്കും എന്നൊക്കെ തന്നെയാണ്. എന്തു പറഞ്ഞാലും ഈ യുദ്ധം ഒരു വല്ലാത്ത വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. ലോകത്ത് വലിയ പ്രതിസന്ധി ആയിരിക്കുന്നു. ഇതിന് പരിഹാരം ആര് കണ്ടെത്തും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ന് ഒരു ചെറിയ ശുഭകിരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇറാൻ്റെ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ന്യൂക്ലിയർ പ്രോഗ്രാം അവസാനിപ്പിക്കാം, പക്ഷേ അതിനൊരു ആൾട്ടർനേറ്റീവ് US നിർദ്ദേശിക്കണം എന്ന്. പക്ഷെ പകരം എന്താണ് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. പകരം എന്താണെന്ന് ഉള്ളതാണ് ചോദ്യം. അത് US സജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആൾട്ടർനേറ്റീവ് US സജസ്റ്റ് ചെയ്യണം. എന്നാൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ അരകാച്ചി ഇന്നലെയും ഇന്നും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു ചർച്ചയ്ക്കില്ല എന്നാണ്. അതിനിടയ്ക്കാണ് അതിനുശേഷം ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്ററുടെ ഈ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്ക മറ്റൊരു നീക്കം നടത്തുന്നത് ഇറാഖിലെ കുർദുകളെ വേണമെങ്കിൽ ക്രോസ് ബോർഡറായിട്ട് ഒരു ഫൈറ്റിങ്ങിന് ഇറാനിലേക്ക് വിടാൻ ഞങ്ങൾ സന്നദ്ധമാണ്, അവർക്ക് വേണ്ട സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് US അറിയിക്കുക കൂടെ ചെയ്തിരിക്കുന്നു. അപ്പോൾ US ആർമിക്ക് പകരം ഒരുപക്ഷെ കുർദുകളെ ഇറാനിലേക്ക് കടത്തിവിടാൻ കൂടി US ആലോചിക്കുന്നുണ്ടോ? ഒരു കരയുദ്ധത്തിന് കൂടി തയ്യാറെടുക്കാൻ US പ്ലാൻ ചെയ്യുന്നു എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ട്രംപിൻ്റെ പ്രധാന ഉദ്ദേശം താൻ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന യുദ്ധം വിജയിപ്പിച്ച് മുന്നോട്ട് നീങ്ങൂ എന്നുള്ള മട്ടിലാണ് ഇപ്പോഴും അദ്ദേഹം വാക്കുകളും പ്രവൃത്തിയും കാണിക്കുന്നത്. പുറകോട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ യുദ്ധത്തിൻ്റെ തീവ്രത കൂടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം റഷ്യ ഈ യുദ്ധത്തിൽ ഒരു ഇടപെടലിന് ശ്രമിക്കും. അതിൻ്റെ ആദ്യ പടിയായിട്ട് യൂറോപ്പിലേക്കുള്ള ഗ്യാസ് സപ്ലൈ അവർ കുറയ്ക്കാനോ നിർത്താനോ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ യൂറോപ്പിലേക്ക് ഒരു എക്കണോമിക് പ്രതിസന്ധി കൂടി നൽകുക എന്നുള്ളതായിരിക്കാം അവരുദ്ദേശിക്കുന്നത്. ചൈന പ്രധാനമായിട്ടും പറയുന്നത് ഒരു ഡിപ്ലോമസി ആവശ്യമാണ്. ആ ഡിപ്ലോമസിക്ക് ഞങ്ങൾ തയ്യാറാണ്, അതിന് NOA അയക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്.
GCC രാഷ്ട്രങ്ങളെ കൂടി ബന്ധപ്പെടുത്തിയായിരിക്കും അതിന് നീക്കം. ഇന്ത്യയും പറയുന്നത് സമാധാനം തന്നെയാണ് ആവശ്യം. സമാധാനത്തിനായിട്ട് എന്ത് മുന്നോട്ട് ഉള്ള നീക്കത്തിനും ഇന്ത്യയും സന്നദ്ധമാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ശരി, ശ്രീ ബൈജു തിട്ടാല, ഇന്ന് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ഖമനയുടെ വധത്തിൽ ഇന്ത്യ അനുശോചനം അറിയിച്ചു എന്നുള്ളതാണ്. മിണ്ടുന്നില്ല പ്രധാനമന്ത്രി എന്നുള്ള ആ ഒരു വിമർശനം രാഹുൽ ഗാന്ധി തുടരുകയാണ്. അതിനിടെയാണ് വിക്രം മിശ്രി ഇന്ന് അനുശോചന ബുക്കിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിൽ ചെന്ന് അദ്ദേഹം അങ്ങനെ അനുശോചനം ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ നിലപാടില്ല എന്നുള്ള വിമർശനത്തിന് ഇപ്പോൾ അറുതിയായിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങനെയല്ല മഞ്ജുഷ അതിനെ കാണുന്നത്. ഇപ്പോൾ പോയി അനുശോചനം പറഞ്ഞത് there was no other way. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യയുടെ പൊസിഷൻ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ വളരെ കൃത്യമായി ഇവൻ ഇന്റർനാഷണൽ മീഡിയ, ഇവൻ ഇന്ത്യൻ മീഡിയ, ഇന്ത്യൻ ഓപ്പോസിഷൻ പാർട്ടികൾ വളരെ കൃത്യമായി അതിനെ അഡ്രസ് ചെയ്യുകയുണ്ടായി. അഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ there was no other way other than going and giving a condolence. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയാം, ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം, കൺട്രി വാസ് ബുള്ളിഡ് ഇൻ ടു ഇറ്റ്. നമ്മൾ ഇതിന്റെ അകത്ത് സമാധാനമാണ് ആകാംക്ഷിക്കുന്നത് പറയുമ്പോൾ എന്റെ ഒരു ഒറ്റ ചോദ്യം ഇതാണ് മഞ്ജുഷേ. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വാറണ്ട് ഇട്ടിരിക്കുന്ന ഒരാളാണ് നെതന്യാഹു. നെതന്യാഹു ചില രാജ്യങ്ങളിൽ ചെന്നാൽ ആ വാറണ്ടോടിന്റെ അധികാരത്തിൽ വെച്ചുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാം. ഇന്റർനാഷണൽ വാറണ്ട്, അതായത് അറ്റ് ലാർജ്, സമ്മൺ ഈസ് അറ്റ് ലാർജ് നമ്മൾ ലീഗൽ ടൈമിൽ പറയും. അതായത് ആൾ മുങ്ങി നടക്കുകയാണ്, വാറണ്ട് ഉണ്ട്, ഇയാളിനെ പിടിക്കണം എന്നുള്ളതാണ് വാറണ്ട്. അങ്ങനെ വാറണ്ട് ഇഷ്യൂ ഉള്ള ഒരാളിന്റെ കൂടെ നമ്മളുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയി അവിടെ പോയി ഒരു മീറ്റിംഗ് നടത്തി. അതിൽ എന്താണ് നടന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് വളരെ നിഷ്പക്ഷമായ ഒരു സ്റ്റാൻഡാണ് എടുക്കുന്നതെന്ന് മോഡേൺ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഒരു പിടിവാശിയായി. പക്ഷെ ഇവിടെ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുമ്പോൾ അവിടെ 1 കോടിയോളം ഇന്ത്യക്കാർ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇറാനെ ഇന്ത്യ ഈ യുദ്ധത്തിൽ അനുകൂലിക്കുക? ഇന്ത്യയുടെ നമ്മുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി സിൻസ് 1947 നമ്മൾ ഇതിന്റെ അകത്തൊരു നോൺ അലൈൻമെന്റിലാണ് നിന്നിരുന്നത്. ആ നോൺ അലൈൻമെന്റിൽ നിൽക്കുമ്പോൾ ഈ ഇല്ലീഗലായ ഒരു ആക്ഷനെ, ഇല്ലീഗലായ ഒരു അസോൾട്ടിനെ കൃത്യമായി അവിടെ വെച്ച് തന്നെ അതിനെ കൺഫ്രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റായി പോയി എന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പലതും പറഞ്ഞ പോലെ പറയേണ്ട ബാധ്യത നമുക്കുണ്ടായിരുന്നു. നമ്മളത് പറഞ്ഞില്ല. ബട്ട് എനിവേ നമ്മൾ കളം മാറ്റി, ഇപ്പൊ നമ്മളതിലേക്ക് അടുക്കുന്നു. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ചോദ്യം, ഇതൊരു മീഡിയേഷനുമായി ഇന്ത്യ ചെന്നാൽ എത്ര കണ്ട് ഈ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മീഡിയേഷൻ എങ്ങനെയാണ് മഞ്ജുഷേ? മറ്റൊരു കാര്യമാണ്, ഇന്ത്യ അല്ലല്ല അനുശോചന കുറിപ്പിൽ ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആക്രമണത്തെ ഇന്ത്യ പൂർണ്ണമായിട്ടും എതിർക്കുന്നു എന്ന രീതിയിൽ അതിനെ പറയുവാനും പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വൈകി വന്ന ഒരു അനുശോചനം കൂടിയാണിത്. ഒരു ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ അതിലുള്ള ഔദ്യോഗിക അനുശോചനം അറിയിക്കലിന് അപ്പുറം പോയിട്ടില്ല. എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ അകത്തൊരു ഒരു മീഡിയേറ്റർ ആകാൻ പോകുന്നത്? അതായത് കേൾക്കാം, പറഞ്ഞോളൂ. ഒരു റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡർ, അതായത് വെസ്റ്റേൺ കൺട്രീസ് കൃത്യമായി ചൈനയെയും റഷ്യയെയും ബുള്ളി ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിലാണ്. ഇന്റർനാഷണൽ റൂൾ ബേസിലൂടെ മാത്രമേ മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസ് ഈ ഒരു അറ്റാക്കിൽ ഇപ്പൊ ഇത് എനിക്ക് എന്റെ ഒരു റീഡിങ് ഇങ്ങനെ ഞാൻ പറയാം. അതായത് 2006 നമ്മുടെ ഈ ഇസ്രായേലിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്നലെ ഒരു ടിവിക്ക് പുള്ളി ഇന്റർവ്യൂ കൊടുത്താണ്. അതായത് ഇതിൽ ഈ നമ്മുടെ വെനസ്വേലയിലെ പൊളിറ്റിക്കൽ ലീഡറിനെ അവിടെ പോയി ചെന്ന് പിടിച്ചെടുത്തോണ്ട് പോകുന്ന പോലെ വളരെ സിമ്പിളായി ഇവിടെയും കയറി ഇദ്ദേഹത്തെ തട്ടിയിട്ട് വളരെ സിമ്പിളായി ഇറങ്ങിപ്പോരാം എന്നുള്ളൊരു മെസ്സേജ് കൃത്യമായി നെതന്യാഹു കൊടുത്തിട്ടുണ്ട്. ഒരു വേൾഡ് പീസിന്റെ ലീഡർ ആകാം എന്ന് പറഞ്ഞ് യാതൊരുവിധ കണക്കുകൂട്ടലുകളുമില്ലാതെ
അദ്ദേഹം പോലും പറയുന്നത് ഈ അദ്ദേഹത്തിന്റെ പേര് യാഹൂദ് ഓൾമാർട്ട്. അദ്ദേഹം പറയുന്നത് ഈ യാതൊരുവിധ പ്ലാനും ഇല്ലാതെയാണ് ഇതേ രീതിയിൽ ഒരു അറ്റാക്കിന് ഇറങ്ങിയത്. അത് വളരെ കൃത്യമാണ്. 4 വേർഷനാണ് അമേരിക്കൻസ് തന്നെ ജനങ്ങളോട് പറയുന്നത്. ഒന്ന് ആദ്യം പറയുന്നു റെജീം ചേഞ്ചിനെ പറ്റി പറയുന്നു. റെജീം ചേഞ്ച്. പിന്നീട് പറയുന്നു അവിടെ ന്യൂക്ലിയർ ആർമമെന്റ്സിനെ പിടിച്ചെടുക്കാനും തീർക്കാനും വേണ്ടിയാണ് പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്തോളം, മാസങ്ങൾക്ക് മുമ്പ് ഈ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ഒബ്ലിറ്റേറ്റർ ചെയ്തു എന്ന് പറഞ്ഞ പ്രസിഡന്റ് ആണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ അതോടെ പിടിച്ചെടുക്കാൻ പോവുകയാണ്. പിന്നീട് ഇന്നലെ നമ്മുടെ മാർക്കോ റൂബിയോ പറയുന്നത് നമ്മളുടെ പ്രിയംറ്റീവ് സ്ട്രൈക്ക് ആയിരുന്നു. പിന്നീട് അതിനുശേഷം റിപ്പബ്ലിക്കൻസിന്റെ ഹൗസ് ലീഡർ ഹൗസിലെ ലീഡർ ഇന്നലെ പത്രത്തിന് കൊടുത്ത ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ, അവിടെ റെജീം ചേഞ്ച് വാസ് നോട്ട് അജണ്ട. അവിടെ ഈ മിസൈലുകൾ പിടിച്ചെടുക്കുക, യുറേനിയം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഇൻട്രസ്റ്റ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇത് പറയുമ്പോൾ പോലും ഇതിനു മുമ്പ് ഈ സാധനം പിടിച്ചെടുത്തു എന്ന് 12 days വാർ ഇത് പിടിച്ചെടുത്തു എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇതേ രീതിയിൽ ഇന്ത്യ എക്കാലത്തും അഗ്രഷനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബ്രിട്ടൻ പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, സ്പെയിൻ പറഞ്ഞു. നമ്മൾ ഇതിൽ എന്തുകൊണ്ടാണ് ഇതിനെ തള്ളി പറയുക? യാതൊരുവിധ കോൺഗ്രസിൽ അപ്രൂവൽ ഇല്ല, ഒരു UN ഒരു തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ട്രംപ് ആർട്ടിക്കിൾ 2 അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് യാതൊരുവിധ ലിജിറ്റിമസി ഇല്ലാതെ ഇതിനെ കയറി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ആ അറ്റാക്ക് ചെയ്ത ആക്ടിനെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ തള്ളിപ്പറയുന്നു. നോൺ അലൈൻമെന്റിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് നമ്മൾ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല മറുപടി. എന്തായാലും ഇവിടെ ഇറാൻ ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ തിട്ടപ്പെടുത്താത്ത, അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആയുധശേഖരമുണ്ട് എന്നാണല്ലോ. അത് ശരിയാണെന്ന് ഇപ്പോൾ തെളിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ടെറൈൻ എന്ന് പറയുന്നത് ഏതാണ്ട് 60% അടുപ്പിച്ച് മലനിരകളുള്ളതാണ്. അതിലെ ഗുഹകളിൽ പാറക്കെട്ടുകളിൽ ഗുഹകളുണ്ട്. ആ ഗുഹകളിലെല്ലാം ആവശ്യത്തിലധികം ഡ്രോണുകളും മിസൈലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പിക്ചറുകൾ അവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ യുദ്ധത്തിന് അവർ ഇനിയും തയ്യാറാണെന്നുള്ളത് തന്നെയാണത് കാണിക്കുന്നത്. അവർക്ക് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അവരുടെ രാജ്യം രക്ഷപ്പെടുമെങ്കിൽ അതിന് അന്തസ്സായ ഒരു സ്റ്റാൻഡ് വരുമെങ്കിൽ മാത്രമെന്നുള്ളതാണ് അവരിപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി. ഇതിനിടയിൽ ഇന്ത്യ എങ്ങനെ ഇടപെടണമെന്ന് നമുക്ക് വളരെ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1 കോടി ഇന്ത്യക്കാർ GCC രാഷ്ട്രങ്ങളിൽ കിടക്കുകയാണ്. അവരുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അവിടെ ഡിപ്ലോമസിയാണ് ഏറ്റവും യോജിച്ചതെന്നുള്ള പ്രധാനമന്ത്രിയുടെ നയം ഒരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇതിനെ കറക്റ്റായിട്ട് അപലപിച്ച രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് ചൈനയും റഷ്യയും കുറച്ച് പാകിസ്ഥാനുമാണ്. ബാക്കി ഒരു രാഷ്ട്രവും ഇസ്രായേലിനെയോ US-നെയോ പരസ്യമായി അപലപിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ 3 രാഷ്ട്രങ്ങളാണ് വളരെ ഡയറക്റ്റായിട്ട്, അതിൽ പാകിസ്ഥാൻ വളരെ മുഖ്യമൂളിയാണ് പറഞ്ഞത്. ബാക്കി രാഷ്ട്രങ്ങൾ, ഈ 2 രാഷ്ട്രങ്ങളാണ് ശരിക്കും യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല, സമാധാനം വേണമെന്ന് പറഞ്ഞതല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ലോകത്തെ 180 രാഷ്ട്രങ്ങൾ പറയാത്തടത്ത് ഇന്ത്യ കയറി പറയണമെന്ന് പറയുന്നത് നമുക്ക്, അത് സോണിയാഗാന്ധിക്ക് പറയാമായിരിക്കും, പക്ഷേ ഇന്ത്യക്ക് അത് ഭൂഷണമാണോ എന്നുള്ളത് നമ്മൾ ഒരു കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ശ്രീ ബൈജു പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അന്താരാഷ്ട്ര സമൂഹത്തിന് സമ്മർദ്ദവും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സമ്മർദ്ദവും കാരണമാണ് ഖമൈനിയുടെ വധത്തിൽ ഇന്ന് അനുശോചനമെങ്കിലും അറിയിക്കാൻ തയ്യാറായത് എന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ആ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായിരുന്നു, അതിന് ഇന്ത്യ വഴങ്ങുകയായിരുന്നുവെന്ന്? ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിന് നരേന്ദ്രമോദി വഴങ്ങില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അതൊരു പ്രധാന കാര്യമായിട്ട് ഒരിക്കലും എടുക്കാനും വഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇതിന് കാരണം ഫ്യൂണറലിന് അടുത്ത് വരുന്നു. അപ്പോൾ അനുശോചിക്കേണ്ടത്, അവിടുത്തെ എംബസിയിൽ പോയി അനുശോചിക്കേണ്ടത് ഒരു കടമയാണ്. അത് അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളത് കവിഞ്ഞ് അതിൽ വലിയ ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ള, കാരണം മെസ്സേജ് കൊടുക്കാൻ പറ്റില്ല. ലോകത്തെ പ്രമുഖ രാഷ്ട്രങ്ങളെല്ലാം വളരെ ആലോചിച്ച് വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രം എടുത്തുചാടി എന്തെങ്കിലും പറയണമെന്ന് ഇവിടുത്തെ പ്രതിപക്ഷമല്ലാതെ മറ്റാരും പറയില്ല. അതാണ് എന്ത് റോങ് ആണ്? പറയൂ. ഞാൻ പറയാം. അതായത് നോർവീജിയൻ
foreign minister has already declared it was illegal, low legal sanctity. ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക ഈ കളിയിൽ ഞങ്ങളില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അത് മാത്രമല്ല, ഇന്ത്യയിലില്ലല്ലോ. അത് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമാധാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെ പറഞ്ഞു? എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഇന്ത്യൻ സ്റ്റാൻഡ് അതാണ്. അല്ല, യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കില്ല, അവിടെ സമാധാനമാണ് വേണ്ടത്, സംവാദമാണ് വേണ്ടത് എന്നുള്ളത് ഇന്ത്യയുടെ സ്റ്റാൻഡാണ്. പക്ഷെ ഇന്ത്യ അപലപിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണത്തെയാണ്. 1 കോടി ഇന്ത്യക്കാരാണുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോഴും ഇറാനെ ആക്രമിച്ച അപ്പോഴും അതന്നെ, ദാറ്റ്സ് മൈ പോയിന്റ് മനുഷ്യ, ദാറ്റ് ഈസ് മൈ പോയിന്റ്. അപ്പോഴും ഇസ്രയേലും യുഎസും ഇറാനെ ആക്രമിച്ചതിൽ നമ്മളൊരു നിലപാടെടുത്തിട്ടില്ല. അത് ഇല്ലീഗലാണ്, അത് ഇല്ലീഗലാണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങൾ പറയുന്നു, നമ്മൾ പറയുന്നില്ല. ബൈജു അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ശ്രീ രഘുനാഥ് അതിനുള്ള മറുപടി നൽകും. ബൈജു തിട്ടാല നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇല്ലീഗൽ എന്നുള്ള കാര്യം. ശരി രഘുനാഥ്. മഞ്ജുഷേ, നമ്മൾ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം 2 വർഷം മുമ്പ് ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഇറാന് 5000 റോക്കറ്റുകൾ ഒറ്റയടിക്ക് റോക്കറ്റുകൾ മിസൈലുമായിട്ട് ഇസ്രായേലിലേക്ക് അയച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയും ഒത്തിരി പേരെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അന്നേ തീരുമാനിച്ചതാണ് ഇവിടെ റെജീം ചേഞ്ച് വേണമെന്ന്, ഇവരെ ആക്രമിക്കണമെന്ന്. ഇതെല്ലാം അന്ന് തീരുമാനിച്ച കാര്യമാണ്. അന്ന് ഒരു മനുഷ്യന് ഒബ്ജക്ഷൻ ഇല്ലായിരുന്നല്ലോ, ആരും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അന്ന് ആക്ച്വലി ഇസ്രായേലാണ് വിക്ടിം. ഈ ഹൂത്തികളെയും ഹമാസിനെയും ഹിസ്ബുള്ളയെയും പോറ്റി വളർത്തുന്നത് ഇറാനാണ്. അപ്പൊ ഈ ഒരു സപ്പോർട്ട്, ഈ പ്രോക്സികൾക്കുള്ള സപ്പോർട്ട് ഇറാൻ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കണമെന്നുള്ളത് നിശ്ചിതമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ ലോജിക്ക് വെച്ചിട്ട് എന്റെ ഒരു മറുചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ സ്ഥിരമായിട്ട് ഇന്ത്യനെ തീവ്രവാദികളെ വിട്ട് ആക്രമിക്കുന്നുണ്ട്. ഇതൊരു തീവ്രവാദി ആക്രമണമായിട്ട് മാത്രമേ ലോക സമൂഹം കാണുന്നുള്ളൂ. ഒരു മനുഷ്യൻ അതിനെ അപലപിക്കുന്നില്ല. ഇസ്രായേൽ പോലെയുള്ള അല്ലെ റഷ്യ പോലെയുള്ള രാജ്യങ്ങളല്ലാതെ ആരും അതിനെ ശക്തമായിട്ട് അപലപിക്കുന്നില്ല. ലോക പോലീസായിട്ടുള്ള അമേരിക്കയോ UN ഒന്നും ഇതിനെ അപലപിക്കുന്നില്ല. പാകിസ്ഥാൻ ഇത്രയും പ്രോക്സി വാർ നടത്തുമ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, 2 സർജിക്കൽ സ്ട്രൈക്ക് അതിന് മുമ്പ് നടത്തി. അത് നടത്തി കഴിഞ്ഞപ്പോഴും നമ്മുടെ കൂടെ ആരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടാണ് ഇറാനെ ആക്രമിക്കുന്നത്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള അജണ്ടയുണ്ട്, അത് വേറെയാണ്. അപ്പം ഇസ്രായേലിനെതിരെ കുറെ രാഷ്ട്രങ്ങൾ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് കൊടുത്തു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു കുറ്റവാളിയായോ? നമ്മുടെ നാട്ടിൽ എത്രയോ പേരുടെ പേരിൽ അറസ്റ്റ് വാറന്റ് കിടപ്പുണ്ട്. ഇവരെല്ലാം കുറ്റവാളികളാണ്. ഇത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കേസ് തീർന്നു കഴിയുമ്പോഴല്ലേ തീരുമാനമാകുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരുടെ പക്ഷം പിടിക്കേണ്ടത്? നമ്മൾ ആരുടെ പക്ഷം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ ഇതിനെക്കുറിച്ച് പ്രസ്താവന പോലും ഇറക്കേണ്ട ആവശ്യമില്ല. 180-190 രാജ്യങ്ങൾ ഈ ലോകത്തുള്ളതില് 2 രാജ്യങ്ങൾ തമ്മിൽ അടിക്കുന്നു. അതിനകത്ത് 3ാമത് രാജ്യമായ അമേരിക്ക കക്ഷി ചേരുന്നു. 3 രാജ്യങ്ങളുടെ കോൺഫ്ലിക്റ്റ് ആണ്. നമ്മൾ ഇതിന് അഭിപ്രായം പറയേണ്ട ആവശ്യം എന്താ അതിനകത്ത്? നമ്മുടെ ഫ്രണ്ടാണ് ഇറാനും, നമ്മുടെ ഫ്രണ്ടാണ് ഇസ്രായേലും, നമ്മുടെ ഫ്രണ്ടാണ്. ഇനി വേറൊരു ചോദ്യം, അങ്ങനെ അതേ ലോജിക്ക് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഫ്രണ്ട് പാകിസ്ഥാനാണ്, ഇറാന്റെ ഫ്രണ്ട് ഇന്ത്യയുമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൽ ഇറാൻ എടുത്ത ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ്. പലപ്പോഴും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് കേട്ടോ ശ്രീ രഘുനാഥ് ചൈതന്യ. ഇപ്പോൾ കടൽ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അതിന്റെ പ്രഹരശേഷി വരുന്നത്. ഇപ്പോൾ ഇറാന്റെ ഒരു കപ്പലാണ് അമേരിക്കയുടെ അന്തർവാഹിനി തകർത്തിരിക്കുന്നത്. അടുത്ത ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. മഞ്ജുഷേ, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഹ്യൂജ് ഒരു ഏരിയയാണ്. നമ്മുടെ കടല് അതിർത്തിയിൽ യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. ഇനി നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ യുദ്ധം നടക്കുന്നുണ്ടോ? ഇല്ല. ശ്രീലങ്കയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെയും പുറത്ത് വെച്ചിട്ട് ഒരു ഇറാന്റെ കപ്പൽ അമേരിക്കൻ അന്തർവാഹിനി നശിപ്പിച്ചു. അതിൽ ഇന്ത്യ എന്തിനാ ഇടപെടുന്നത്? ഇന്ത്യ എന്തിനാ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? ഇന്ത്യക്ക് അതിന്റെ ആവശ്യം എന്താ? ഇനി ഞാൻ വേറെ കാര്യം കൂടെ ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പക്ഷം പിടിച്ചിട്ട് ഇന്ത്യ അമേരിക്ക വെറുപ്പിക്കണം? UAE, ഖത്തർ, ഇങ്ങനെയുള്ള ബഹ്റൈൻ, ഇങ്ങനെയുള്ള സകല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ നമ്മൾ വെറുപ്പിച്ചിട്ട് ഇന്ത്യക്കാരെ മുഴുവൻ അവിടുന്ന് അവർ ചവിട്ടി പുറത്താക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കണം. 1 കോടി ഇന്ത്യക്കാരുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ സെൽഫിഷ് ആവണം.
നമ്മളെന്തിനാ ലോകത്തിലെ വിശ്വഗുരുവാകാൻ നടക്കുന്നത്? നമ്മളെല്ലാവരുടെയും അഭ്യുദയകാംക്ഷയായിട്ടൊന്നും നടക്കേണ്ട കാര്യമൊന്നുമല്ല. ഇന്ത്യ വിശ്വഗുരു അല്ല ആവേണ്ടത്, ഇന്ത്യ വിശ്വ പവറാണ് ആവേണ്ടത്. നമ്മൾ നമ്മുടെ പൗരന്മാരുടെ കാര്യമാണ് നോക്കേണ്ടത്. നമ്മൾ സെൽഫിഷ് ആവണം. ശരി, അതൊരു പ്രതിപക്ഷം പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാജ്യത്താണെങ്കിൽ രാഹുൽ ഗാന്ധി ഇന്നും പറയുകയാണ്, നേരത്തെ സോണിയാഗാന്ധി ആയിരുന്നു, ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നു നമ്മുടെ തൊട്ടടുത്തേക്ക് യുദ്ധം എത്തിയിട്ടുണ്ട്, എന്നിട്ടും പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന്. പക്ഷേ ശ്രീ ബൈജു തിട്ടാല, ഇക്കാര്യത്തിൽ എന്തിനാണ് ഇന്ത്യ ഒരു പക്ഷം പിടിക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ബൈജു സർ ഒരു മിനിറ്റ്, അതിൽ എനിക്കൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ട്. ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞ ഒരു വിഷയം, അതായത് രാഹുൽ ഗാന്ധി ഇതിനെ അപലപിക്കുന്നു എന്ന് പറയുന്നത്, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. 80 മൊറാർജി ദേശായി 77 കയറിയതിന് ശേഷം മൊറാർജി ദേശായി ഇറങ്ങിപ്പോയി, അതിനുശേഷം ഇന്ദിരാഗാന്ധി പവറിൽ വന്നു. ഇസ്രായേൽ എത്രയോ പ്രാവശ്യം ഇന്ത്യനെ അപ്രോച്ച് ചെയ്തു. പാകിസ്ഥാനിലെ കഹൂട്ട അറ്റോമിക് പവർ പ്ലാന്റ് അവർ ബോംബിട്ട് നശിപ്പിക്കാം. നമ്മൾ ആകെ ചെയ്തു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത്, അതായത് അൺലോഡഡ് ആയിട്ട് വെപ്പൺസ് എല്ലാം പാകിസ്ഥാനിൽ കൊണ്ടുപോയി അൺലോഡ് ചെയ്തിട്ട് empty എയർക്രാഫ്റ്റ് ആയിട്ട് ഈ ഫൈറ്റേഴ്സ് തിരിച്ചു പോകുമ്പോൾ ജാംനഗറിൽ ലാൻഡ് ചെയ്തിട്ട് ഇന്ത്യ ഫ്യൂവൽ കൊടുക്കണം, റീഫ്യൂലിംഗ് കേപ്പബിലിറ്റി, റീഫ്യൂലിംഗ് പെർമിഷൻ മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയുടെ കാലത്തും രാജീവ് ഗാന്ധിയുടെ കാലത്തും ചോദിച്ചു. നമ്മൾ അനുവദിച്ചില്ല. ഓക്കെ, ചേരാ നയമാണ്, നല്ല കുട്ടികളാണ്, മറ്റൊരു രാജ്യത്തിന് ഇന്ത്യയുടെ ശത്രുവാണ്, എന്നിട്ട് പോലും നമ്മൾ അനുവദിച്ചില്ല. വളരെ നല്ല കാര്യം. അതേ സമയത്ത് ഇറാഖ് വാർ നടക്കുമ്പോൾ അമേരിക്ക ബുഷ് ഇറാഖിനെ ആക്രമിക്കുന്ന സമയത്ത്, അന്ന് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ. ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമല്ല പറയുന്നത്, ആ സംഭവത്തെ കാണിക്കുകയാണ്. അന്ന് അമേരിക്കൻ വിമാനങ്ങൾക്ക് നമ്മൾ ജാംനഗറിൽ ലാൻഡ് ചെയ്ത് റീഫ്യൂൽ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. അന്ന് ഇറാഖ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അങ്ങേയറ്റം ശക്തമായ ഒരു അലയാണ്. ഞാൻ അന്ന് എയർഫോഴ്സിലുള്ള കാലത്താണ് ഈ ആക്രമണം നടക്കുന്നത്. അന്ന് അത്രയും വർഷം ഞാൻ ചെറുപ്പമായിരുന്നു. ചെറുപ്പത്തിന്റെ ചോരത്തളപ്പിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇറാഖിലും ഉപയോഗിക്കുന്ന റഷ്യൻ എക്യുപ്മെന്റ്സ് ആണ്, ഞാനും വർക്ക് ചെയ്യുന്ന റഷ്യൻ എക്യുപ്മെന്റ്സിലാണ്, ഞാൻ ട്രെയിൻഡ് ആണ്. അപ്പൊ ഇറാഖിന് എന്തെങ്കിലും ഒരു സഹായം ഇന്ത്യ കൊടുക്കാൻ, സൈനികമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വോളണ്ടിയർ ഞാനായിരിക്കുമെന്ന് ഞാനന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വാണിംഗ് ലെറ്റർ കിട്ടി. കാരണം മറ്റൊരു രാജ്യത്തെ പൊളിറ്റിക്സിനെ കുറിച്ച് അഭിപ്രായം പറയുന്നതിന് ആക്ഷൻ ഒന്നും എടുത്തില്ല, ഒരു പക്ഷേ അതിന്റെ പ്രായം കണക്കിലെടുത്തിട്ടൊക്കെ ആയിരിക്കാം എന്ന് പറയുന്നത് പോലെ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇറാഖിനെ, അത്രയും നമ്മുടെ ഫ്രണ്ട്ലി നാഷനായിട്ടുള്ള ഇറാഖിനെ ആക്രമിക്കാനായിട്ട് അമേരിക്കൻ വിമാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ റീഫ്യൂലിംഗ് ഫെസിലിറ്റീസ് കൊടുത്തു. അപ്പൊ അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഇപ്പൊ ഈ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? ഇനി ശരി ബൈജു, അതിനുള്ള മറുപടി, നമ്മൾ അമേരിക്കയ്ക്ക് കീഴടങ്ങി, ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്നാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അല്ല, ഞാനിപ്പോ ശ്രീ രഘു പറഞ്ഞതിന് ഒരു മറുപടി പറയാം. ആ ഇറാഖ് വാറിന്റെ കോണ്ടെക്സ്റ്റും ഈ കോണ്ടെക്സ്റ്റും തമ്മിലുള്ള ക്ലാസിക് ഡിഫറൻസ് കൃത്യമായും സാറിന് അറിയാമെന്നുള്ള എന്റെ വിശ്വാസം. അതിന്റെ കാരണം, ആ ഇറാഖ് വാറിൽ റൂൾ ബേസ്ഡ് ഓർഡർ, അതായത് UN ഇന്റർവെൻഷൻ, UN ഡിസിഷൻ ഉണ്ടാവുന്നു, റെസൊല്യൂഷൻ പാസ് ആവുന്നു, അമേരിക്ക കോൺഗ്രസ് അപ്രൂവ് ചെയ്യുന്നു. ഇത് ആ റൂൾ ബേസ്ഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ആ അറ്റാക്കിലേക്ക് പോകുന്നത്. അപ്പോ ഇവിടെയുള്ള ഡിഫറൻസ്, ഈ റൂൾ ബേസ്ഡ് ഓർഡർ, ഇന്റർനാഷണൽ ഓർഡർ എന്ന കൺസെപ്റ്റേ ഇല്ലാതായി പോവാണ്. അതായത് ആർട്ടിക്കിൾ 2, ട്രംപിന്റെ ആർട്ടിക്കിൾ 2 പവർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം യുദ്ധത്തിൽ ഇറങ്ങുകയാണ്, മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാണ്, മറ്റൊരു രാജ്യത്തെ അഗ്രസീവായി അറ്റാക്ക് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടത്, അല്ലെ അതിനോടാണ് നമ്മൾ എതിർക്കേണ്ടത്. അതിനോടാണ് ഇപ്പൊ US, ബ്രിട്ടൻ ആണെങ്കിലും ശരി, ഫ്രാൻസ് ആണെങ്കിലും ശരി, നോർവീജിയൻ രാജ്യങ്ങളാണെങ്കിലും ശരി, ഇറാനിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനെ ആരും എതിർക്കുന്നില്ല. അതൊരു റെജീമിൽ പ്രശ്നമുണ്ട്, ആ റെജീം അപകടകരമാണ് എന്ന് കൃത്യമായി അക്സെപ്റ്റ് ചെയ്യുന്നു. അത് പറയുമ്പോൾ തന്നെ സ്റ്റാമർ പറഞ്ഞ എന്താണ്? വി ആർ നോട്ട് വിത്ത് ഇറ്റ്, ഇതൊരു ഇന്റർനാഷണൽ, അതായത് റൂൾ ബേസ്ഡ് ഓർഡറിന്റെ ബ്രീച്ചാണ്, ഇതിൽ ഞങ്ങളില്ല. അല്ല, ഇപ്പൊ ഒരു ദിവസം രാവിലെ ഏറ്റേച്ച് തോന്നുകയാണ് എനിക്ക് മറ്റൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യാം, അങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് തോന്നുമ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്താൽ അത് റൂൾ ബേസ്ഡ് ഇന്റർനാഷണൽ ഓർഡറിന്റെ ബ്രീച്ചാണ്. ഒരു രാജ്യത്തിനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു രാജ്യവും ഇതിനെ എതിർത്തില്ല എന്ന് പറയരുത്. ഈ റൂൾ ബേസ്ഡ് ഓർഡർ ഇല്ലാതെയായി എന്ന് ഞാൻ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളും പറഞ്ഞു. ഇത് ഇന്ത്യ മാത്രം എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല ചോദ്യം. ഈ പ്രശ്നത്തിൽ നമ്മൾ കൃത്യമായി എടുക്കേണ്ട നിലപാട്, ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ, നെഗോഷിയേറ്റ് ചെയ്യാൻ അവരുടെ കൂടെ കൂടുക എന്നുള്ളതായിരുന്നു. അതായിരുന്നു നമ്മളുടെ ഈ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആരുടെയും കൂടെയല്ല, നമ്മളെ ജനങ്ങൾക്ക് വിശ്വാസമായിരുന്നു.
മറ്റു രാജ്യങ്ങൾക്ക് വിശ്വാസമായിരുന്നു. അതുവഴി നമ്മൾ ഇതിൽ ഒരു നെഗോഷിയേറ്റിംഗ് കക്ഷിയായി വരികയും ആ പ്രശ്നം സെറ്റിൽമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കൃത്യമായ, അതായിരുന്നു നമ്മളുടെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. അതാണ് ഞാൻ പറയാം. അതായത് ഈ കൊറിയൻ വാറില് കൃഷ്ണമേനോൻ പറഞ്ഞെന്തെന്നറിയോ? അതായത് പറഞ്ഞ ഈസ് എ ഇംപീരിയലിസ്റ്റിക് ജിങ്കോയിസം. ഇത് പറഞ്ഞാണ് പുള്ളി അവിടെ പറഞ്ഞാണ്. അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇംപീരിയലിസ്റ്റ് ഹെഗമണി. ഇംപീരിയലിസ്റ്റ് ഹെഗമണിയാണ് ആ വേർഡ്, ഞാൻ മറന്നുപോയി, ഞാനിപ്പോ പറയാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഇംപീരിയലിസ്റ്റ്, ഓക്കെ, പറഞ്ഞത് ഇംപീരിയലിസ്റ്റ് അഗ്രഷൻ ആണ്. അതായത് കൊറിയനെ അറ്റാക്ക് ചെയ്തത് ഇംപീരിയൽ അഗ്രഷൻ ആണ് റാദർ ദാൻ ജെനുവിൻ കളക്റ്റീവ് സെക്യൂരിറ്റി എന്ന് UN പറഞ്ഞതാണ് കൃഷ്ണമേനോൻ. അപ്പോ അത് തന്നെയാണ് ഇതൊരു ഇംപീരിയൽ അഗ്രഷൻ തന്നെയാണ്. ഇതിൽ ഒരു അതായത് റൂൾ ബേസ്ഡ് ഓർഡർ ഇല്ല. ഇത് ട്രംപിന് തോന്നുന്നു, ട്രംപിനോട് നെതന്യാഹു, ഞാൻ പറയുന്നതല്ല, ഇസ്രായേലിന്റെ 2000-കളിലെ പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, നെതന്യാഹുവിനെ വിളിച്ചിട്ട് കൺവിൻസ് ചെയ്യുന്നു ട്രംപിനെ, നീനെ ലോകത്തിലെ ഏറ്റവും വലിയ പീസ് ബ്രോക്കർ ആക്കിയേക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, ആ രാജ്യത്തെ തന്നെ ഒരു മുൻ പ്രധാനമന്ത്രി പറഞ്ഞാണ്. പിടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിടുന്നു, അറ്റാക്ക് ചെയ്യുന്നു. എന്റെ കാഴ്ചപ്പാടില് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഏതാണ്ട് കൈവിട്ടു പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്, അങ്ങോട്ടാണ് ഇത് എസ്കലേറ്റ് ചെയ്ത് പോകുന്നത്. ശരി, CMS വേണുഗോപാൽ, അങ്ങനെയാണോ എസ്കലേറ്റ് ചെയ്യുന്നത്? ആ ദിശയിലേക്കാണോ? കാരണം ഇറാൻ നിർത്തുവാൻ ഭാവമില്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ വെച്ച് നിർത്തുമെന്നാണ്? തുടങ്ങി വെച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ്, തീർക്കുന്നത് ഞങ്ങളായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണ്. അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഇതിനകത്ത് ഒരു കാര്യം ശരിയാണ്, ഇസ്രയേൽ അമേരിക്കയെ പറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ഇസ്രയേലാണ് പറഞ്ഞത്, ഇപ്പം 40 പ്രമുഖരെല്ലാം കൂടെ ടെഹ്റാനിൽ കൂടിയിട്ടുണ്ട്, ഈ സമയത്ത് നമ്മൾ അടിച്ചാൽ എല്ലാം തീർന്നോളും ഏതാണ്ട്. അതുകൊണ്ടാണ് 100 hours ഞാൻ ഈ വാർ നിർത്തുമെന്ന് ട്രംപ് പറഞ്ഞത്. പക്ഷേ അത് തെറ്റിപ്പോയി. അവിടെ റിജീം മാറ്റം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ച. ഖമനിയെ വധിച്ചു കഴിഞ്ഞാൽ ആ വധം കൊണ്ട് മാറ്റമുണ്ടായില്ലെന്ന് മാത്രമല്ല, തുടർന്ന് അമേരിക്കയ്ക്ക് യുദ്ധം കണ്ടിന്യൂ ചെയ്യേണ്ടി വരികയും ഇതെവിടെ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് വ്യക്തമില്ലാത്ത അവസ്ഥയിലെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥ വന്നത് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഗതികെട്ട അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്, അതിനകത്ത് സംശയമില്ല. അതുകൊണ്ട് ട്രംപിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെ പോയിട്ടുണ്ടോ അവിടെ നിന്ന് വിജയിച്ചേ വരുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും അദ്ദേഹം യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ ഭീകരതയും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമവും കൂടെ അവരുടെ ഭാഗത്തുനിന്ന് ചെറുതായെങ്കിലും വരുന്നത്. പക്ഷേ UN എന്ന് പറയുന്നത് ഇന്നില്ലാത്തൊരു സാധനമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. UN അവിടെ പേരിനൊരു ഓഫീസ് ഉണ്ടെന്നുള്ളത് കവിഞ്ഞ്, അതിനൊരു സെക്രട്ടറി ജനറൽ ഉണ്ടെന്നത് കവിഞ്ഞ്, യാതൊരു വിധത്തിലും അമേരിക്കയോ ഇസ്രായേലോ ഒന്നും അംഗീകരിക്കാത്ത വിധത്തിലേക്ക് പോയിരിക്കുന്നു. അതിന് അംഗീകരിപ്പിച്ചെടുക്കാൻ തക്ക ഒരു ചേരിയില്ലാതായിരിക്കുന്നു. ചേരി ചേരാ നയം എന്ന് പറയുന്നത് 2 ചേരി ഉണ്ടെങ്കിലേ ചേരി ചേരാ നയത്തിന് പ്രസക്തിയുള്ളൂ. ഇപ്പോൾ ഒരു ചേരിയേ ഉള്ളൂ. ആ ചേരിയിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾ ചേരിയിൽ മണ്ണടിയേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏത് ചേരിയിലാണ് ചേരുക? ചേരി ചേരാ നയം ഇല്ലെന്ന്. ചേരി ചേരാ നയത്തിൻ്റെ പ്രസക്തിയും ഇന്നില്ല. 1965-കളല്ല 2026. വളരെ ഒറ്റപ്പെട്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പണ്ട് നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒരു സ്റ്റാൻഡ് എടുത്തത് ഒരു പക്ഷേ കൊള്ളാമാരും തോന്നുന്നു. ചൈന, റഷ്യ, ഇന്ത്യ ആ കൂട്ടുകെട്ട് നിലനിന്നിരുന്നെങ്കിൽ. പക്ഷേ അതിനിടയ്ക്ക് ട്രംപ് വന്ന് വീണ്ടും നമുക്ക് ടാരിഫ് കൺസെഷനും ഒക്കെ കൊണ്ടുവന്ന് ഒരു ഷേക്ക് ഹാൻഡ് തന്ന് നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് വീണ്ടും പഴയയിലേക്ക് തിരിച്ചു പോകുന്നതിന് പല ബുദ്ധിമുട്ടുകളുണ്ട്. ലോകക്രമത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യ കാത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ മാറ്റത്തിന് തയ്യാറാകും. പക്ഷേ ഈ ജംഗ്ഷനിൽ എവിടെയെങ്കിലും പക്ഷം പിടിക്കാനായിട്ട് ഇന്ത്യ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ 1 കോടി വരുന്ന ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്കും കൂടെ അതിന് നിർണായകമായ സ്ഥാനമുണ്ട്. ഇന്ത്യക്ക് ഇറാനുമായി ചില നിർണായക ഇടപെടലുകൾ നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ വളരെ സൂക്ഷിച്ച് പെരുമാറുന്നത്. അതേസമയം എല്ലാ കാര്യങ്ങളും അപലപിക്കാത്തതിൻ്റെ കാരണം GCC രാഷ്ട്രങ്ങളിൽ ഇന്ത്യയുടെ 1 കോടി ജനങ്ങൾ നിൽക്കുന്നത്, അവരുടെ സംരക്ഷണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ഇതോടൊപ്പം ഈ സാഹചര്യത്തിൽ നമുക്ക് US-നെയും ഇസ്രായേലിനെയും പിണക്കാനും കഴിയാത്ത ഒരു പ്രശ്നമുണ്ട്. അതും കൂടെ കണക്കിലെടുത്താണ് നമ്മൾ വളരെ സൂക്ഷിച്ച് കണ്ടം ചെയ്യുന്നതിന് പോലും വളരെ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അതുപോലെ തന്നെ സമാധാനം എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതും 2 രാഷ്ട്രങ്ങൾക്കും വലിയ കേടില്ലാത്ത വിധത്തിൽ ഒരു സമാധാനത്തിനാണ്. എന്തായാലും സമാധാനം
അരികെ തന്നെ എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ രീതിയിൽ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകാൻ അധിക നാൾ അമേരിക്കയെയും ഇസ്രയേലിനെയും മറ്റ് രാഷ്ട്രങ്ങൾ അനുവദിക്കില്ല. യൂറോപ്പ് ഉൾപ്പെടെ, ചൈനയും റഷ്യയും ഇതിനകം തന്നെ അവർ രംഗത്ത് വന്നു കഴിഞ്ഞു. മറ്റ് രാഷ്ട്രങ്ങൾക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത. പക്ഷെ അത് ഇറാൻ ചെലുത്തിയ ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗം കൂടിയാണ് ഹോർമൂസ് കടലിൽ. അതെ, ഇറാന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകം മുഴുവൻ സ്റ്റാൻഡ്സ്റ്റിലാവണം. ഈ യുദ്ധത്തിൻ്റെ ഫലമായി ഞങ്ങൾ മാത്രമല്ല, പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ, സൈപ്രസ് അടക്കം, ഇപ്പോൾ ഗ്രീസിലേക്കും കൂടെ അടി തുടങ്ങിയിരിക്കുന്ന പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടർക്കി, അതുപോലെ പിന്നെ അതിനടുത്ത ടർക്കിയുടെ കാര്യം നിഷേധിച്ചിട്ടുണ്ട് ഇറാൻ. അസർബൈജാൻ അതാണ് അസർബൈജാന്റെ എയർപോർട്ട് അത് രണ്ടും നിഷേധിച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടില്ല എന്നാണ്. അല്ല, അസർബൈജാൻ അതിന്റെ ഫോട്ടോസ് വരുന്നുണ്ട്, അസർബൈജാന്റെ എയർപോർട്ടിൽ ആക്രമിച്ചതായിട്ട്. അതുപോലെ ഇന്ന് ഇസ്രായേലിൽ എയർപോർട്ടിന് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇത് ഇന്ന് 5 മണിക്ക് ശേഷം കൊണ്ട് നടന്ന സംഭവമാണ്, നമ്മുടെ സമയം ആക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ഇനിയും ഇറാൻ്റെ കയ്യിൽ ആക്രമിക്കാൻ സാധനങ്ങളുണ്ട്. അവർ പതുക്കെ പതുക്കെ ഇത് കണ്ടിന്യൂ ചെയ്തിരിക്കും. അപ്പോൾ US-ന് ഇത് കൈവിട്ട കളിയായിരിക്കും അല്പസമയം കഴിയുമ്പോൾ. ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിലും അത് കുറച്ച് നീണ്ടു പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ഉൾപ്പെടെ അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞുവല്ലോ. മാത്രമല്ല എണ്ണ പ്രതിസന്ധി എന്ന് പറയുന്നത്, ശ്രീ രഘുനാഥ്, അത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ലല്ലോ. എണ്ണ പ്രതിസന്ധി, ഹോർമൂസ് കടലിടുക്ക്, അതിലൂടെ ടാങ്കറുകൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ അത് വലിയ സാമ്പത്തിക പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത്, എത്ര കണ്ണടച്ചാലും. മഞ്ജുഷ, എനിക്കിവിടെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ബ്ലോക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ 20% അതിലാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നമ്മൾ ഒമാനിൽ നിന്ന് വാങ്ങുന്നതും UAE നിന്ന് വാങ്ങുന്നതും നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു യുദ്ധത്തിന് നമ്മൾ ഇതിനകത്ത് ലോക സമാധാനവും ചേരിചേരാ നയവും മറ്റുള്ളവരെ നന്നാക്കുന്ന കാര്യങ്ങളും എല്ലാം ഉപേക്ഷിക്കുക. നമ്മുടെ രാജ്യത്തിന് ഇന്ന് ലോകം മുഴുവൻ അങ്ങനെയാണ്, എല്ലാവരും സെൽഫിഷാണ്. നമുക്ക് എന്ത് ബെനിഫിറ്റ് ഉണ്ടാക്കാം ഈ യുദ്ധത്തിൽ കൂടെ? അതായത് ഇപ്പൊ റഷ്യ പറഞ്ഞിട്ടുണ്ട് എത്ര വേണമെങ്കിലും എണ്ണ ഇന്ത്യക്ക് തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ റഷ്യൻ കപ്പലുകൾ പണ്ടൊക്കെ ഒളിച്ചും പാത്തും പതുങ്ങിയുമായിരുന്നു ഈ ഓയിൽ ഇന്ത്യയിലോട്ട് കടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയുന്നു ഡെസ്റ്റിനേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് റഷ്യ ഓയിൽ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 9.5 മില്യൺ ബാരല് ഇപ്പം റഷ്യയുടേത് കടലിൽ തന്നെ ഉണ്ട്. അത് ഇന്ത്യക്ക് തരാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയും നമ്മുടെ പെട്രോളിയം മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് ഓയിൽ വാങ്ങാൻ പോകുന്നു. ഏകദേശം 28 ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് 28 മുതൽ $30 വില കുറച്ചിട്ടാണ് റഷ്യ നമുക്ക് ഓയിൽ തരുന്നത്. ദിസ് ഇസ് നമ്പർ 1. രണ്ടാമതായിട്ട് വെനിസ്വേലയുടെ ഓയിൽ വളരെ ചീപ്പാണ്. കാരണം അത് ഭയങ്കര ഹാർഡാണ്, പ്രോസസ് ചെയ്യാനായിട്ടുള്ള ടെക്നോളജി എല്ലാവരുടെയും കയ്യിലില്ല. നമ്മുടെ റിലയൻസിന്റെ കയ്യിൽ ജാംനഗറിലെ റിഫൈനറിയിൽ വെനിസ്വേലൻ ഓയിൽ പ്രോസസ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. വളരെ ചീപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ അത് മേടിക്കുന്ന കാര്യം നമ്മൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓയിൽ ട്രേഡിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെര കത്തുമ്പോ വാഴ വെട്ടണം. നമുക്ക് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഡ്രീം ഇല്ല, അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കമ്മിറ്റ്മെന്റും ഇല്ല. പിന്നെ യുദ്ധം തീർന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാ അമേരിക്ക, ട്രംപ് നേറ്റോ രാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ട്രംപ് പാലം വലിക്കുന്നതെന്ന് അറിയില്ല. അവരെല്ലാം ഭീതിയിലാണ്. അപ്പൊ അവർക്ക് ആയുധങ്ങൾ വേണം. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ മുഴുവൻ അവർക്ക് കൗണ്ടർ അറ്റാക്കിനുള്ള സാധനങ്ങളില്ല, ഈ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളേ ഉള്ളൂ. ഈ പറഞ്ഞ ഖത്തർ, UAE, ഒമാൻ, ഈ രാജ്യങ്ങൾക്കെല്ലാം കൗണ്ടർ അറ്റാക്കിനുള്ള ആയുധമില്ല. മിഡിൽ ഈസ്റ്റ് അങ്ങേയറ്റം വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൗദി അറേബ്യയിലെ ഹൂത്തികൾ, യമനുമായിട്ടുള്ള പ്രശ്നം നമുക്കറിയാം. UAE സൗദി അറേബ്യയും തമ്മിൽ ഇടയ്ക്കൊന്ന് പിണങ്ങിയ പ്രശ്നം നമുക്കറിയാം. ഇവർക്കെല്ലാം ആയുധങ്ങൾ വേണം. ഇന്ന് വളരെ റിലയബിൾ ആയിട്ടുള്ള ചൈനയുടെ ആയുധങ്ങളുടെ ക്വാളിറ്റി ഇപ്പൊ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിലയബിൾ ആയിട്ടുള്ള ആയുധങ്ങൾ ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി അങ്ങേയറ്റം എക്കണോമിക്കലാണ്. ചീപ്പ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല ഒരു കാരണവശാലും. എക്കണോമിക്കലാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും വലിയൊരു മാർക്കറ്റാണ് യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും ആയുധങ്ങൾക്ക് വേണ്ടി ഓപ്പൺ അപ്പ് ആകാനായിട്ട് പോകുന്നത്. ഇന്ന് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. നമ്മുടെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളും അതുപോലെ തന്നെയുള്ള നമ്മുടെ ATAG സിസ്റ്റംസും എല്ലാം നമ്മൾ ധാരാളമായിട്ട് നമ്മളൊരു മാർക്കറ്റിംഗ്, ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അപലപിക്കാനോ ഇതിനൊന്നും പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കുക. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായിട്ടുള്ള HAL, DRDO ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റിംഗ് ടീമില്ല. റഷ്യ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റോസോബറോൺ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് മാർക്കറ്റിംഗ് കമ്പനി തന്നെ ഏറ്റവും നല്ല മാർക്കറ്റിംഗ് എക്സ്പേർട്സിനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്തിട്ട് അവരാണ് സകല ഡിഫൻസിന്റെ ഡീലുകൾ ഇവർ നടത്തുന്നത്, നെഗോഷിയേറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞ പോലെ IIM ഇറങ്ങുന്ന നല്ല പിള്ളേരെ എടുത്തിട്ട് നല്ല അസലായിട്ടുള്ള സാലറിയും കൊടുത്തിട്ട് നല്ലൊരു മാർക്കറ്റിംഗ് ടീം ഉണ്ടാക്കിയിട്ട് ഈ ആയുധങ്ങൾ നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കെല്ലാം എക്സ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കണം.
അവിടെ എന്ത് വേണേ സംഭവിക്കട്ടെ, കാരണം ഒന്ന് ചത്താലേ മറ്റൊന്നിന് വളമാകുള്ളൂ. ഈ യുദ്ധം ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ലക്ഷണങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആയിരക്കണക്കിന് പേരാണ് അവിടെ കൊല ചെയ്യപ്പെടുന്നത്, അത് താങ്കൾക്ക് അറിയാമല്ലോ. മാത്രമല്ല കുരുന്നുകൾ പോലും. ശരി, ബൈജു മറുപടി. അല്ല, അതിനൊക്കെ എങ്ങനെയാണ് മഞ്ജുഷ മറുപടി പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഡിസേർവ് എ റെസ്പോൺസ്. അല്ല, എന്റെ ചോദ്യം, ഞാൻ പറഞ്ഞത് ഈ നമ്മളൊരു പാർട്ടിയുടെ കൂടെ നിന്ന് മറ്റേ പാർട്ടി അറ്റാക്ക് ചെയ്യണമെന്നോ അടിക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും നമ്മൾ പങ്കെടുത്ത ചരിത്രം ഇന്ത്യക്കില്ല. നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ കാലഘട്ടങ്ങളിലും നമ്മൾ കൃത്യമായ നിലപാടെടുത്തിരുന്നു. വിയറ്റ്നാം ബോംബ് ചെയ്തപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? ഇന്റർവെൻഷൻ വാസ് റോങ് എന്നാ നമ്മൾ പറഞ്ഞത്. അതുപോലെ കൊറിയയില് ഇമ്പീരിയലിസ്റ്റ് അഗ്രഷൻ എന്നാണ് പറഞ്ഞത്. അത് പിന്നെ ഇതിന്റെ അകത്ത് തന്നെ ഇരുന്നാ പറഞ്ഞത്. UN സെക്യൂരിറ്റി കൗൺസിൽ ഇരുന്നാ പറഞ്ഞത്. കൃഷ്ണമേനോനാ പറഞ്ഞത്. നമ്മൾ കൃത്യമായ നിലപാടെടുത്ത് തെറ്റിനെ തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് മൂവ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ കുറച്ചു മുമ്പ് ശ്രീ വേണുഗോപാൽ പറഞ്ഞതില് ഈ കുർദിഷുകളെ ഈ കുർദിഷുകളെ ഇവർ അപ്രോച്ച് ചെയ്യുന്നതിന് തന്നെ എന്റെ റീഡിങ് ഇത് കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി എന്നുള്ളതാണ്. അവർക്ക് അവിടെ ഒരു പ്ലാൻ ഇല്ല, ലാൻഡ് ഓപ്പറേഷൻ പ്ലാൻ ഇല്ല. അതുകൊണ്ടാണ് ലാൻഡ് ഓപ്പറേഷൻ അവർക്ക് പ്ലാൻ ഇല്ല. അത് കുർദിഷുകളെ കൊണ്ട് പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇത് അതിനൊരു പ്രശ്നം എന്തെന്നറിയോ? ഇതേ ഓഫർ സിറിയയിൽ കുർദിഷിന് കൊടുത്തതാണ്. അവസാനം ട്രംപ് അവരെ അബാൻഡൻ ചെയ്തു പോയി. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കുർദിഷുകൾ ഇവരെ അക്സെപ്റ്റ് ചെയ്തതായിട്ട് സംശയമുണ്ട്. അതായത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ പോലും ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ പ്രശ്നം നിൽക്കുന്ന നിപ്പിൽ റെജീം ചേഞ്ച് ചെയ്ത് മാറി കുർദിഷുകാർ റൂൾ ചെയ്യുന്നത് നമ്മളാരും വിശ്വസിക്കൂ. ഐ ഡോണ്ട് തിങ്ക് ഈവൻ യു വുഡ് ബിലീവ് ദാറ്റ്. അങ്ങോട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതായത് ഇത് കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. ഇത് എസ്കലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ ഡെമോക്രാറ്റ്സിന്റെ ഒരു 3-4 സെനറ്റേഴ്സ് പറയുന്നത് വളരെ കൃത്യമാണ്. there was no reason. US had no threat from Iran. Maybe Israel had. പക്ഷേ we are having a threat, how can we use force? Preemptive strike ആണെന്ന് മാർക്കോ റൂബിയോ പറയുമ്പോഴും പ്രിവെന്റീവ് സ്ട്രൈക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ തന്നെ സ്പെക്കുലേറ്റീവ് ആണ്. അവർ ഇസ്രായേലിനെ അടിക്കും, എന്നാൽ നമ്മളെ അവർ വീണ്ടും അടിക്കും. ആദ്യത്തെ അടി ഇസ്രായേൽ നടക്കണം, എന്നാൽ മാത്രമേ ആദ്യത്തെ അടി ഇറാൻ ഇസ്രായേലിനെ അടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രിയംറ്റീവ് സ്ട്രൈക്ക് നിലനിന്നേനെ. പ്രിയംറ്റീവ് സ്ട്രൈക്ക് ഇന്റർനാഷണൽ കോർട്ടിൽ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ എങ്കിൽ തന്നെ നമുക്കത് അങ്ങ് കൺസീഡ് ചെയ്യാം. യാതൊരു റീസണിങ്ങും ഇല്ലാതെ ഇറങ്ങി ഇടിച്ചൊരു അടിയാണ്. ഈ അടിയെ നമ്മൾ കൃത്യമായി അത് നമ്മളെ കഴിഞ്ഞ് എത്രയോ ബ്രിട്ടനുമായി US സ്പെഷ്യൽ റിലേഷൻ ഉള്ളതാണ് ബ്രിട്ടൻ പറഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഹൗസ് ഓഫ് കോമൺസിൽ പറഞ്ഞത് ഈ റെജീം ചേഞ്ച് കനോട്ട് ബി അച്ചീവ്ഡ് ത്രൂ സ്കൈസ്. ആകാശത്തിൽ കൂടെ റെജീം ചേഞ്ച് നടത്താൻ പറ്റില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അതിനർത്ഥം കൃഷ്ണമേനോൻ പറഞ്ഞ പോലെ തന്നെ ഇത് അഗ്രസീവായ ഇമ്പീരിയലിസ്റ്റ് അഗ്രഷൻ തന്നെ അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് സ്പെയിൻ പറഞ്ഞത്, അത് തന്നെയാണ് ഫ്രാൻസ്. പക്ഷേ മറുവശത്തും നടന്നുവല്ലോ ഇപ്പോൾ. കാരണം സൈപ്രസിൽ ആക്രമണം ഇറാൻ നടത്തിയതിന് കാരണം അമേരിക്കയെ ബ്രിട്ടൻ സഹായിക്കുന്നു എന്നതുകൊണ്ടാണല്ലോ. അതിന്റെ മുന്നോടിയായിട്ടാണല്ലോ ആ ഒരു ആക്രമണം. മഞ്ജുഷ സ്പെക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ബ്രിട്ടൻ അങ്ങനെ തന്നെ കണ്ടിട്ടില്ല. ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നതാണ്, ഞങ്ങളെ അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ ഡിഫൻസീവ് സ്റ്റാൻഡ് എടുക്കും, ഞങ്ങൾ ഒഫൻസീവിലില്ല എന്ന് കൃത്യമായി പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടുന്ന് യുദ്ധക്കപ്പൽ പോകുന്നത് തന്നെ. അല്ല, അവിടെ സൈനിക താവളത്തിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കൊണ്ടല്ലേ, തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നതുകൊണ്ടല്ലേ ബ്രിട്ടൻ ഡിഫൻസീവിന് വേണ്ട സഹായങ്ങൾ ചെയ്യും, ഒഫൻസീവിന് ചെയ്യില്ല. ഇത് എന്തുകൊണ്ടാണ്? അത് ട്രംപ് കഴിഞ്ഞ ദിവസം ട്രംപ് ഓവൽ ഹൗസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടിരുന്നോ? അതായത് ഹി ഈസ് നോട്ട് വിൻസ്റ്റൺ ചർച്ചിൽ അത് പറഞ്ഞത്. അവര് പറയുന്നത് കൃത്യമായി ആ പറയുന്നതിനോട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സമ്മതിച്ചില്ല, അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അത് വളരെ അഗ്രസീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിനെ പറ്റി വളരെ അഗ്രസീവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹിസ് സ്റ്റാൻഡ് വാസ്, ഐ വാസ് ഷോക്ക്ഡ് the way he is behaved എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുക. ഞാൻ വേർഡുകൾ അങ്ങോട്ട് കൂടി മലപ്പുറം യൂസ് ചെയ്യുന്നതാണ്, അതേ സെയിം വേർഡ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ അഗ്രഷനെ നമ്മൾ തള്ളി പറയണം.
പക്ഷെ നമ്മൾ അതിനകത്തൊരു ഒരു മീഡിയേഷൻ ലെവലിലേക്ക് നമ്മൾ എത്തണം. പിന്നെ രണ്ട്, ഈ വേൾഡ് ഓർഡർ രണ്ട് കക്ഷികളില്ല എന്ന് പറയരുത്. അതായത് ഈ താരിഫ് ഇതുപോലെ ഹൈക്ക് ആക്കി കഴിഞ്ഞപ്പോ, ഒരു അൺപ്രഡിക്റ്റബിൾ സ്റ്റേജ് ഓഫ് താരിഫ് ഹൈക്ക് വന്നപ്പോ നമ്മൾ വി വർ ഫ്ലീയിങ് ടു റഷ്യ. അപ്പോ അത് പിന്നെ നമ്മളെ അവിടെ കൃത്യമായ അവരുമായി അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയും ആ ഒരു താരിഫ് കരാറിൽ ഏർപ്പെടുകയും അത് സെറ്റിലായി എന്ന് കണ്ടപ്പോൾ ട്രംപ് മെയ്ഡ് അനദർ ഓഫർ. സോ നമ്മൾ ഇത് റഷ്യ അല്ല, യൂറോപ്യൻ യൂണിയൻ, UK, ന്യൂസിലാൻഡ്, മിഡിൽ ഈസ്റ്റ്. ഓയിൽ എന്തിനാണ് ട്രംപ് ഇന്ത്യക്കെതിരെ താരിഫ് കൊണ്ടുവന്നത്? നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഡിമാൻഡ്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയും, അല്ല സ്റ്റോപ്പ് ചെയ്തല്ലോ എന്ന് എനിക്കറിയാം, അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള കരാറല്ല നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന റഷ്യ എന്നാണ് ലേറ്റസ്റ്റ് ഫിഗർ പറയുന്നത്. നമുക്ക് വന്ന ഓഫർ നമുക്ക് ഈ താരിഫ് കൂടിയപ്പോൾ സ്വാഭാവികമായും നമ്മളൊരു വല്ലാത്തൊരു ഓഫൻസീവ് പൊസിഷനിലെത്തി. നമ്മൾ മറ്റു രാജ്യവുമായി കൃത്യമായ കരാറിലെത്തി. ആ കരാറിലെത്തി നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ന് മാറുന്നു കണ്ടപ്പോ ഇദ്ദേഹം ട്രംപ് വീണ്ടും ട്രംപിന്റെ ഈ മാർക്കറ്റിംഗ് ടാക്ടിക് എടുത്തു, നമ്മൾ വീണ്ടും അങ്ങോട്ട് പോയി. അതല്ലേ ഏറ്റവും നല്ല സ്ട്രാറ്റജി. എങ്ങനെയാണ് രാജ്യങ്ങളിൽ ബയലാറ്ററൽ എഗ്രിമെന്റ് നിൽക്കുന്നത്? നമ്മൾ തമ്മിൽ കരാറിൽ ഏർപ്പെടുകയാണ്, വേറൊരാൾ കൊണ്ട് വേറെണ്ണം വെക്കുകയാണ്. അത് എന്റെ റീഡിംഗ് വേറെ, മറ്റ് എപ്സ്റ്റീൻ ഫയലുമൊക്കെ ബന്ധപ്പെട്ടുള്ള ആർഗ്യുമെന്റ് ഞാൻ ഇന്റർനാഷണൽ മീഡിയയിൽ തന്നെ കേൾക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. നമ്മളൊരു എഗ്രിമെന്റിലെത്തുകയും ആ കരാർ വഴി, ആ എഗ്രിമെന്റ് വഴി ഒക്കെ നമ്മൾ ഇനി ആളോട് വാങ്ങിക്കുക. ഉടനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന കരാർ ഈ താരിഫ് കൂട്ടിയതിന്റെ പേരിൽ നമ്മൾ വേറെ സ്ഥലത്ത് പോയത്, അവരുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാകുന്നു. ശ്രീ ബൈജു തിട്ടാല, ഇപ്പോൾ ശ്രീ ശ്രീജിത്ത് പണിക്കരുമുണ്ട്. ശ്രീജിത്ത് പണിക്കർ, ബൈജു തിട്ടാല ഇവിടെ പറഞ്ഞു വന്നിരുന്നത് ഇപ്പോൾ പറഞ്ഞ കാര്യമല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെട്ടപ്പോൾ, അതായത് ഇറാനുമേൽ ഇസ്രായേൽ അമേരിക്ക ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ അപലപിച്ചില്ല എന്നാണ്. ഇപ്പോൾ ഏറെ വൈകി ഖമനയുടെ വധത്തിൽ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. വിക്രം മിശ്രി ഇറാൻ സ്ഥാനപതി കാര്യാലയത്തിൽ പോയി, ഇറാൻ എംബസിയിൽ പോയി അനുശോചന ബുക്കിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യ ശക്തമായ രീതിയിൽ ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തെ അപലപിച്ചില്ല എന്നുള്ളതാണ് ബൈജു തിട്ടാല വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. അതായത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരം. ശ്രീജിത്ത് പണിക്കർ. അല്ല, അത് രാജ്യത്തിന്റെ താല്പര്യമാണ് ഇന്ത്യ അതിനെ അപലപിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപലപിക്കാതിരിക്കാൻ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. പരമാധികാരത്തിനെ ലംഘിക്കുക എന്ന് പറയുമ്പോൾ ഈ ഇൻസിഡന്റ് എല്ലാം കൂടി ഫെബ്രുവരി 28 ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് പ്രധാനം. അതിന് മുമ്പിലേക്ക് കുറേ ചരിത്രമുണ്ട്. അത് യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചരിത്രമുണ്ട്. പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ചരിത്രമുണ്ട്. ഹമാസിൻ്റെയും ഹൂത്തികളുടെയും ഹിസ്ബുള്ള ആൾക്കാരുടെയും എല്ലാം എല്ലാ തരത്തിലുള്ള അവരുടെ ട്രെയിനിങ് ഉൾപ്പെടെ, അവരുടെ ആയുധം ഉൾപ്പെടെ, അവർക്ക് പണം ഉൾപ്പെടെ, ലോജിസ്റ്റിക്സ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്യുന്ന ചരിത്രമുണ്ട്. അവരെ ഇറാനിൽ കൊണ്ടുവന്ന് ഹോസ്റ്റ് ചെയ്യുന്ന ചരിത്രമുണ്ട്. അപ്പോൾ ഇതൊന്നും 2026 ഫെബ്രുവരി 28 തുടങ്ങിയിരിക്കുന്നതല്ല. ഈ പ്രോക്സി വാർ നടത്തുന്നതിലൂടെ ഇറാൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രോക്സി വാർ നടത്തുന്നത് വഴി ഇസ്രായേലിന്റെ പരമാധികാരത്തിനെയാണ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യ റഫറി കളിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. ഇന്ത്യക്ക് അത്യാവശ്യം നല്ല ബന്ധമാണ് അമേരിക്കയുമായിട്ടുള്ളത്, ഇസ്രായേലുമായിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന അത്രയും ഇല്ല എങ്കിലും കൾച്ചറൽ ടൈസ് കൂടുതലായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. ട്രേഡിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇസ്രായേലും അമേരിക്കയും ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇറാൻ ഇപ്പോഴൊന്നും അങ്ങനെയല്ല, നേരത്തെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ടോപ്പ് 50-60 പോലും ഇറാൻ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. തന്നെയുമല്ല, ഇറാൻ മറ്റുള്ള പല രാജ്യങ്ങളുടെയും പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ US-ന്റെ ബേസ് ഉള്ളത് കൊണ്ടാണ് ചില രാജ്യങ്ങളെ ആക്രമിച്ചത് എന്നൊരു ന്യായം പറഞ്ഞാൽ പോലും ഒമാനെ എന്തിനാ ആക്രമിച്ചത്? ഒമാൻ ഇതുവരെ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഇറാന് വേണ്ടി സംസാരിക്കുന്ന ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഒമാൻ. അവിടെ അമേരിക്കയുടെ ഒരു ബേസുമില്ല. പക്ഷെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് അവർ ഒമാനെ കൂടി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 1 കോടി ഇന്ത്യക്കാരവിടെ പ്രവാസികളായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കൺസേൺ ആണ്. പ്രൈമറിലി ആ യുദ്ധരംഗത്ത് ഇല്ലാത്ത മറ്റ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സിറ്റിസൺസിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ആയതുകൊണ്ട് തന്നെ ബാക്ക് ചാനൽ ഡിപ്ലോമസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിൽ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുമ്പോൾ ഇന്ത്യ ഇടപെടേണ്ടുന്ന റഫറി ഒന്നുമല്ല ഇന്ത്യ. അങ്ങനെയുള്ള ഒരു മോറൽ കോമ്പസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡിപ്ലോമസിയിലോ ഒന്നും ഒരിക്കലും ഇല്ലതാണ്. കാരണം ഓരോ രാജ്യവും
അവരുടെ താല്പര്യങ്ങൾ എന്താണോ അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സമയത്ത് ഇന്ത്യ ചെയ്തിരുന്നത് എന്താണ്? പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുകയാണ്. അല്ലെന്ന് ആര് പറഞ്ഞു? UN ഏതെങ്കിലും റെസൊല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമാണോ? ഈ കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ടുള്ള കൗൺസിലുകളുണ്ട്, അവിടെ പോയി അപ്രൂവൽ മേടിച്ചിട്ടാണോ ഇന്ത്യ അറ്റാക്ക് ചെയ്തത്? അല്ല. പാകിസ്ഥാന്റെ മണ്ണിൽ പോയി അവിടുത്തെ ടെററിസ്റ്റ് ബ്രീഡിംഗ് ഗ്രൗണ്ടുകളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്യുകയാണ്. അതേസമയം പഹൽഗാമിലേക്ക് വന്ന് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നതിനപ്പുറത്തേക്ക് പാക് മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അതായത് പാകിസ്ഥാൻ ഗവൺമെന്റിൻ്റെതെന്ന് ഡയറക്ട്ലി പറയാൻ പറ്റുന്ന ഒരു ആൾക്കാരല്ലല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ടെററിസ്റ്റുകൾക്കുള്ള ബ്രീഡിംഗ് ഗ്രൗണ്ട് അവിടെ ഉണ്ട്. അതിന് ആ രാജ്യം ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അവരുടെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയില്ല എന്നാണ് പറയുന്നത്. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് ഏത് രീതിയിലായിരുന്നു? അന്നുണ്ടായിരുന്ന വെസ്റ്റ് പാകിസ്ഥാന്റെ പരമാധികാരത്തിനെ ബ്രീച്ച് ചെയ്തിട്ടല്ല ഇന്ത്യ പോയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയും ചെയ്യേണ്ടുന്ന സമയത്തൊക്കെ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മോറൽ കോമ്പസും കൊണ്ടൊന്നും ഇരിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയൊന്നും അല്ല ഇന്ത്യൻ ഗവൺമെന്റ്. അത് പല ഘട്ടങ്ങളിലായി നമ്മൾ ആ രീതിയിലത്തേക്കുള്ള സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, നമ്മളിവിടെ ഈ അറ്റാക്കിനെയോ അല്ലെങ്കിൽ ഖമനയുടെ വധത്തിനെയോ ഒന്നും അപലപിച്ചിട്ടൊന്നുമില്ല. നമ്മളവിടെ ആകെ ചെയ്തിരിക്കുന്നത് ഒരു അനുശോചന സന്ദേശം കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് രാജ്യത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു താല്പര്യമുണ്ട്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളുടെ കസ്റ്റോഡിയനോ ഇന്ത്യയിലെ ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ ആചാരനോ ഒന്നുമല്ല ആയത്തുള്ള ഖമനി. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഒരു സിംഗിൾ എൻറ്റിറ്റി ഇല്ലാത്ത വിഭാഗവുമാണ് ഷിയ. നിരവധി ആത്മീയ ആചാര്യന്മാർ അവർക്കുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഷിയ വിഭാഗത്തിന്റെ ആത്മീയ ആചാര്യൻ എന്ന് പറയുന്നത് പോലും അദ്ദേഹമല്ല. അപ്പൊ ആ രീതിയിലത്തേക്കൊന്നും തന്നെ ഒരു തരത്തിലും നമ്മളിവിടെ ആരെയും സംരക്ഷിക്കേണ്ടെന്ന കാര്യമില്ല. തന്നെയുമല്ല, ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ, ഇന്ത്യയും ഇറാനും തമ്മിൽ ഉള്ള ഒരു ബയലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് ഒരു വർഷം ഏതാണ്ട് $1.5 ബില്യൺ ആണ് എങ്കിൽ UAE-യുമായിട്ടുള്ളത് ഏതാണ്ട് 100 ബില്യൺ അടുത്താണ്. അപ്പൊ എത്രത്തോളം പ്രാധാന്യം നമ്മൾ UAE എന്നുള്ള സർക്കാരിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. പരമാവധി ഒരു അനുശോചനത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് അത് ശ്രീജിത്ത് പണിക്കർ അത് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ താല്പര്യം അതാണ്, അതിനനുസരിച്ച് ഇന്ത്യക്ക് പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് താങ്കളുടെ മറുപടി. അതില് ഇപ്പം ശ്രീജിത്ത് പറയുന്നത് എല്ലാ സാഹചര്യം ഇപ്പം ഈ ഇറാനുമായുള്ള പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധങ്ങളെ പറ്റി പറയുന്നത് അത് ശ്രീജിത്തെ അത് നമ്മൾ സെൽഫ് ഡിഫൻസിന് ചെയ്യുന്നതാണ്. അത് അലൗഡ് ആണ്. അതായത് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പ്രതിരോധിക്കുന്നതിനാണ്. ഒരു രാജ്യത്തേക്ക് കയറി അറ്റാക്ക് ചെയ്യുന്നതിന് അറ്റാക്ക് എന്ന് പറഞ്ഞത് അത് ഒഫൻസ് ആണ്. അല്ല ശ്രീജിത്തെ, ഓപ്പറേഷൻ സിന്ദൂർ ഡിഫൻസ് അല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒഫൻസ് ആണ്. ഇന്ത്യൻ മിലിറ്ററി സർക്കിളുകളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസീവ് അറ്റാക്ക് ആണ്, ഡിഫൻസ് അല്ല. നമ്മളെ അങ്ങനെ ശ്രീജിത്തെ പ്ലീസ് ഡോണ്ട് മിസ്കൺസീവ്. അതായത് വെറുതെ തർക്കിക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്, ഒഫൻസ് ആണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസ് ആണ്. അല്ലല്ല, ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ക്ലാസ് എടുക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു എന്നുള്ളതിന്റെ ക്ലാസ് എടുക്കണ്ട. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒഫൻസീവ് മൂവ് ആണ്, ഡിഫൻസ് അല്ല. അല്ലല്ല, അതായത് നമ്മുടെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഭീകരവാദികളുടെ ലോഞ്ചിങ് പാഡുകൾ തകർക്കുകയായിരുന്നു. അറ്റാക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ പറയുന്നത് എന്താണ്? ഞങ്ങൾക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് അവിടുത്തെ യുറേനിയം സമ്പുഷ്ടീകരണം കൊണ്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണിത്. എന്താ വ്യത്യാസം? അത് ഈ 12 days വാറിൽ അത് കംപ്ലീറ്റ് തീർത്തു എന്നാ പറഞ്ഞത്. അതായത് 12 days വാറിൽ അവരുടെ ഇറാനിയൻ അവരുടെ ഈ ന്യൂക്ലിയർ ബോംബിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള യുറേനിയം ഒബ്ലിറ്റേറ്റ് ചെയ്തു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞു. അങ്ങനെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് IAEA പരിശോധനയ്ക്ക് അലോ ചെയ്തോ? അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? അല്ലല്ല, തെറ്റ്. കഴിഞ്ഞ 8 മാസമായിട്ട് നെഗോസിയേഷൻ നടക്കുകയല്ല. താങ്കൾ എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? കഴിഞ്ഞ 8 മാസമായിട്ട് അവിടെ നടക്കുന്നത് കേക്കൂ, തെറ്റ് പറയരുത്, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. കഴിഞ്ഞ 8 മാസമായിട്ട് അവിടെ നടക്കുന്നത്, അവിടെ നടന്നിരിക്കുന്നതിന്റെ ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇന്ത്യ ഈ സമയത്ത് ഇന്ത്യ ഗവേണൻസ് കൗൺസിലിൽ ഉള്ളപ്പോ ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഗവേണൻസ് കൗൺസിലിൽ അംഗമായിട്ടുള്ള ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീ ബൈജു,
അല്ല, ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് എന്താ? ശരി, അതിന്റെ ശ്രീ impact എത്രത്തോളം ബൈജു ഉണ്ടെന്ന് പറയട്ടെ, നോക്കണം. പറയട്ടെ. ശ്രീ ബൈജു അവിടെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള താങ്കൾ യുറേനിയത്തിന്റെ പറയൂ. ബൈജു പറയട്ടെ. ആണവോർജ്ജ ലീക്ക് ഉണ്ടെങ്കിൽ അത് നോക്കണം. അതിന് പരിശോധകരെ അനുവദിക്കണം. ഇന്ത്യ വോട്ട് ചെയ്തതാണല്ലോ. ശരി ബൈജു. ഇന്ത്യ വോട്ട് ചെയ്തതാണല്ലോ. അതെന്താ അറിയത്തില്ല. ഇന്ത്യയുടെ പൊസിഷൻ നോക്കിയാ പോരെ. ഇന്ത്യ എവിടെയാ വോട്ട് ചെയ്തത്? ഇന്ത്യ വോട്ട് UN-ല്. IAEA UN ആണെന്ന് പറഞ്ഞ ആര് പറഞ്ഞു? IAEA-യുടെ വോട്ടിംഗ് ആണ്. IAEA അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ വോട്ടിംഗിൽ ഇന്ത്യ ഗവേണൻസ് കൗൺസിൽ എടുത്തിരിക്കുന്ന തീരുമാനം ഈ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷമുള്ള അവിടെ ആണവ വികിരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ മേഖലയിൽ അത് എത്രത്തോളം അവരുടെ ന്യൂക്ലിയർ റിയാക്ടറിനെ ബാധിച്ചിട്ടുണ്ട്, മേഖലയിൽ ഏതെങ്കിലും ത്രെട്ട് ഉണ്ടോ, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണമായ പരിശോധനയ്ക്ക് ഇറാൻ വില്ലിംഗ് ആകണമെന്ന് എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഗവേണൻസ് കൗൺസിലിലെ അംഗമാണ് ഇന്ത്യ. അപ്പൊ പിന്നെ ഇന്ത്യ എന്താ ഇത്രയും നാൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഇത് രണ്ട് പ്രാവശ്യം ഞാൻ കേട്ടു. ഇനി മറുപടി കേൾക്കോ? ഒറ്റ പോയിന്റ്. കഴിഞ്ഞ ആഴ്ച ഇന്റർനാഷണൽ അറ്റോമിക് എനർജി അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് 10 ബോംബ് ഉണ്ടാക്കാനുള്ള ശരി ബൈജു മറുപടി പറയും. ശ്രീ ബൈജു മറുപടി പറഞ്ഞോളൂ. ഓക്കെ, അതായത് ശ്രീജിത്ത് ഈ പറയുന്ന എല്ലാം ഞാൻ അംഗീകരിക്കുകയാണ്. അതായത് ഈ ഏത് സമയത്താണ് ഈ ഇറാനെ കയറി അറ്റാക്ക് ചെയ്യുന്നത്? ഒമാന്റെ നേതൃത്വത്തിൽ അതായത് സിഗ്നിഫിക്കന്റ് പ്രോഗ്രസ് ഇൻ ഡയലോഗ് ഇത് വിയന്നയിൽ നടക്കുകയും ഈ ആഴ്ച ബിഗിനിങ് ഓഫ് ദിസ് വീക്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് ചർച്ച നടക്കുന്ന സമയത്താണ് ഈ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യ അവിടെ സിഗ്നറ്ററി ആണ്. അവിടെ അത് കഴിഞ്ഞാണ് സുഹൃത്തെ അവരുടെ നേതൃത്വം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ലീഗലായി ഒരു പ്രോസസ്സ് നടക്കുന്നത്. ആ ലീഗൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടായിരുന്നു നെഗോഷിയേഷൻ നടക്കുന്നത്. ആ സമയത്താണ് ആ നെഗോഷിയേഷൻ, അതായത് ഇന്നിപ്പോ ഞാൻ ഇറാനിൽ ഒരു ബ്രിട്ടീഷുകാരൻ റെസ്പോണ്ട് ചെയ്ത കണ്ടാണ്, യാതൊരു വാണിയോ മുന്നറിയിപ്പോ ഒന്നും കൊടുക്കുക ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ കയറി അടിക്കുകയാണ് ചെയ്തത്. അത് അഗ്രഷൻ അല്ലേ? ശ്രീ ബൈജു പറഞ്ഞത് കേട്ടാ തോന്നുന്നു ഇത് അന്നേരമാണ് തുടങ്ങിയെന്ന്. 20 കൊല്ലം മുമ്പ് തന്നെ ഇത് ഇത്ര എത്തിയിട്ടുണ്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞു തന്നെ. 2005, 2006, 2009 തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് UN പിന്നെ ഇറാനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന്. 20 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് പോലെ വാണിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് അടിച്ചതെന്നുള്ളതേ ഉള്ളൂ. നേരത്തെ അടിക്കാതിരുന്ന അവരുടെ ഭാഗ്യം. എന്താണ് സീത ഈ പറയുന്നത്? അല്ലെങ്കിൽ അമേരിക്കയിൽ അടിക്കും എന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് ഒരു സിസ്റ്റത്തില് കൃത്യമായ ലോ ഫോളോ ചെയ്ത് മാത്രം. നിങ്ങൾക്കറിയോ ആ ലോ ഇറാൻ ഫോളോ ചെയ്തില്ലല്ലോ സാറേ. NPT സിഗ്നേച്ചറി ആണെങ്കിൽ നിങ്ങൾക്ക് 60% യുറേനിയം എൻട്രി ചെയ്യാൻ പറ്റുമോ? അല്ലല്ല, ഒരു സെക്കൻഡ് ഇസ്രായേലിന് മാത്രമായിട്ട് ഒരു റൂൾ ഉണ്ടോ? അല്ലല്ല ശ്രീ ബൈജു, ഇസ്രായേലും അമേരിക്കയും മാത്രം റൂൾ ഫോളോ ചെയ്യണം, ഇറാൻ ഫോളോ ചെയ്യണ്ട. അത് ഇവിടുത്തെ നിയമമാണ്. ഇസ്രായേലും ഇറാനും അല്ലല്ല അങ്ങനെ പറയല്ലേ. ഇസ്രായേലും അമേരിക്കയും റൂൾ ഫോളോ ചെയ്യണം. മഞ്ജുഷ എന്ത് ലോയാണ്? ഇസ്രായേലും അമേരിക്കയും അന്താരാഷ്ട്ര നിയമങ്ങൾ ഫോളോ ചെയ്യണം. പക്ഷേ ഇറാന് വേണ്ട. അതെന്താ? NPT സൈൻ ചെയ്യുമ്പോൾ 5% മുകളിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം പറ്റില്ല ഇറാന്. എന്നിട്ടും അവര് ചെയ്തോട്ടെ എന്ന്. അവര് വയലേറ്റ് ചെയ്യുന്നതിന് ബൈജുവിന് പ്രശ്നമില്ല. അല്ലല്ല, നിങ്ങളാണ് മിസ്ലീഡ് ചെയ്യുന്നത് ശ്രീ ബൈജു. താങ്കളാണ് മിസ്ലീഡ് ചെയ്യുന്നത്. കാരണം താങ്കൾ ഈ പറഞ്ഞ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്, ഒറ്റ ചോദ്യം ഇത് കേൾക്കൂ, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഇസ്രായേലിനും അമേരിക്കയും ബാധകമാണ് എന്ന് പറയുമ്പോൾ ഈ റൂൾ ഓഫ് ലോ എന്താ ഇറാന് ബാധകമല്ലാത്തത്? NPT പ്രകാരം കേൾക്കൂ, NPT പ്രകാരം സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമുകൾ മാത്രമേ നടത്താവൂ എന്നിരിക്കെ അതിന് 5% താഴെ മാത്രം യുറേനിയത്തിന്റെ എൻറിച്ച്മെന്റ് മതി എന്നിരിക്കെ അവർ 60% മുകളിൽ കൊണ്ടുപോകുമ്പോ 20 കൊല്ലമായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചേട്ടാ ഇതൊന്ന് നിർത്തുക, ചേട്ടാ ഇതൊന്ന് നിർത്തുക. അതിന് റൂൾ ഓഫ് ലോ വേണ്ട, ഇറാന് റൂൾ ഓഫ് ലോ വേണ്ട, പോയതുകൊണ്ടാണ് ഈ ആക്രമണം വേണ്ടി വന്നത് എന്നാണ് ശ്രീ ബൈജു മറുപടി. വർഷങ്ങളായിട്ട് പ്രധാന കാര്യമാണ്, പല വാണിംഗുകളും ഉണ്ടായി, പക്ഷേ അവർ തയ്യാറായില്ല അതിൽ നിന്ന് പിന്മാറാൻ. ശരി ബൈജു അതിനുള്ള മറുപടി. അല്ല, അതായത് ശ്രീജിത്ത് പറയാൻ സമ്മതിക്കില്ല. മഞ്ജുഷ, ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ അർണബ് ഗോസ്വാമി's channel debate where you have shout match. താങ്കൾ പറഞ്ഞോളൂ. Okay, ഇടയ്ക്ക് ഇന്ററപ്റ്റ് ചെയ്താൽ I'll terminate this. താങ്കൾ പറഞ്ഞോളൂ. You just simply misconceiving. ഇന്നലെ ശ്രീജിത്ത് പറഞ്ഞത്, അതായത് ഗദാഫി അറ്റാക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്തു? എന്റെ പൊന്നു സുഹൃത്തെ, ഗദാഫി അറ്റാക്ക് ചെയ്യേണ്ട ഇന്റർനാഷണൽ ഞാൻ ഈ പറഞ്ഞ റൂൾ ബേസ്ഡ് ഓർഡർ അപ്രൂവ് ചെയ്തുകൊണ്ടായിരുന്നു. ഗദ്ദാഫിയുടേത് ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കല്ലേ. 1970 നേറ്റോയുടെ ഇന്റർവെൻഷൻ ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ട് 2011 സാറേ ഗദ്ദാഫിയെ കൊല്ലുന്നത്. ഗദ്ദാഫിയുടെ UN നേറ്റോയുടെ ഇന്റർവെൻഷൻ പറഞ്ഞത് 1970 UN അംഗീകരിച്ചത്. 41 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അയാളെ കൊല്ലാനായിട്ട് നേറ്റോയും അവിടുത്തെ സിവിൽ വാറും കൂടെ ചേർന്നപ്പോ ഇന്ത്യ മിണ്ടണ്ടാണ് താങ്കൾ പറയുന്നത്. സിവിൽ വാറിന്റെ ഭാഗമായിട്ട് അയാളെ കൊല്ലുമ്പോ ഇന്ത്യ മിണ്ടണ്ടെന്നാണ് ബൈജു തിട്ടാലയുടെ ന്യായം. നല്ല ബെസ്റ്റ് ന്യായം.
ഇന്ത്യക്ക് നല്ല രീതിയിലത്തേക്കുള്ള ബന്ധമുള്ള 7 മന്ത്രിമാര് വിസിറ്റ് ചെയ്തിട്ടുള്ള എണ്ണ വ്യാപാരമുള്ള ഒരു രാജ്യത്തിന്റെ ഹെഡിനെ 2011 കൊന്നപ്പോ 1970 അങ്ങനെയാണെങ്കിൽ UN നേറ്റോ അവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്ത് ന്യായം? അങ്ങനെയാണെങ്കിൽ ഇറാഖിൽ കയറിയത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ഇറാഖിൽ കയറിയതും അംഗീകരിക്കുന്നുണ്ടോ? ഇറാഖിൽ ഒരു സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ 1990 ഒരു സെക്കൻഡ് എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറയട്ടെ, അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. എന്റെ ചർച്ചയെ കോട്ട് ചെയ്തുകൊണ്ട് താങ്കൾ പറയുമ്പോൾ അതിന് മറുപടി കേൾക്കാനുള്ള ക്ഷമ കാണിക്കൂ. ശ്രീ ബൈജു അല്പം ക്ഷമ കാണിക്കൂ. ഗദ്ദാഫിയുടെ കാര്യം അത് ക്ലിയർ ആയി. മറുപടി പറയട്ടെ, സമയം പോകുന്നത് അതുകൊണ്ടാണ്. അല്ല ഗദ്ദാഫിയുടെ കാര്യത്തിൽ താങ്കൾ മിസ്ലീഡ് ചെയ്തു എന്നുള്ള കാര്യമാണ്. അല്ല താങ്കൾ മിസ്ലീഡ് ചെയ്തു എന്നാണ് ബൈജു പറഞ്ഞത്. അതിന്റെ ബൈജുവിന്റെ മറുപടി. അല്ല ഇറാഖിലേക്ക് പിന്നെ വരാം. ബൈജു, ഗദ്ദാഫിയുടെ കാര്യത്തിലുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡ്, താങ്കളുടെ സ്റ്റാൻഡ് എന്താണ് കാര്യത്തിൽ? റൂൾ ബേസ്ഡ് ഓർഡർ ആണ്. അല്ല സിവിലിയൻ വാറിലാണ് അയാൾ കൊല്ലപ്പെട്ടത്. സിവിൽ വാറിലാണ് കൊല്ലപ്പെട്ടത്. ഒന്നുമല്ല. സിവിൽ വാറിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു നേഷൻ ഹെഡിന്റെ മരണത്തിനെ ഇന്ത്യ അനുശോചിച്ചിട്ടില്ല. ചുമ്മാ ന്യായീകരിക്കല്ലേ ബൈജു? സിവിൽ വാറിലാണ് കൊല ചെയ്യപ്പെടുന്നത്. 1970 നേറ്റോ ഇന്റർവെൻഷൻ ഓർഡർ ചെയ്തത്. അറിയത്തില്ലെങ്കിൽ പറയരുത്, തർക്കിക്കരുത്. 1970 നേറ്റോ ഇന്റർവെൻഷൻ അപ്രൂവ് ചെയ്യുന്നത്. UNHRCയും യുണൈറ്റഡ് നേഷൻസും അദ്ദേഹത്തിന്റെ മരണം എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ബൈജു. ഗദ്ദാഫിയുടെ മരണം എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഇൻവേഷൻ എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് UN പറയുമോ? അവിടെ ഉണ്ടായ സിവിലിയൻ കലാപത്തിലാണ്, സിവിൽ വാറിലാണ് ഗദ്ദാഫി അവരെ പിടിച്ചെടുത്തതിന് ശേഷം കൊല്ലുന്നത്. എക്സ്ട്രാ ജുഡീഷ്യൽ എന്ന് UN പറഞ്ഞിരിക്കുന്ന കാര്യത്തിലാണ് താങ്കൾ പറയുന്നത് ഇന്ത്യ അനുശോചിക്കേണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഒരു സെക്കൻഡ് കൊന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എക്സ്ട്രാ ജുഡീഷ്യൽ പ്രോസസ് പ്രൊനൗൺസ് ചെയ്യായിരുന്നോ? എന്താ എവിടെ? ആര് പറഞ്ഞില്ലെന്ന്? അത് പരാതി അറിയത്തില്ലെങ്കിൽ വെറുതെ പറയല്ലേ ബൈജു? വെറുതെ അറിയത്തില്ലെങ്കിൽ തർക്കിക്കല്ലേ ബൈജു? ഇത് ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ പറഞ്ഞത് ഓൺ റെക്കോർഡുള്ള കാര്യമാണ്. UN അതിനെ എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. UN അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ട്. എക്സ്ട്രാ ജുഡീഷ്യൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സിവിൽ വാറിൽ നടന്നിരിക്കുന്നതാണ്. സിവിൽ വാറിന്റെ ചുമ്മാ തർക്കിക്കല്ലേ ബൈജു? കാര്യം അറിയത്തില്ലെങ്കിൽ തർക്കിക്കരുത്. അങ്ങനെയാണ് എങ്കിൽ താങ്കൾ ഇപ്പൊ ന്യായീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇറാഖിലെ ഇൻവേഷനെയും കൂടെ താങ്കൾ ന്യായീകരിക്കേണ്ടി വരും അതേ ലോജിക്കിന്. കാരണം എന്താണെന്നറിയോ? 1990 റെസല്യൂഷൻ 687 അനുസരിച്ചാണ് ഇറാഖിൽ സീസ് ഫയർ വരുന്നത്. ബൈജു ഇതൊന്ന് കേൾക്കൂ. ബൈജു ഇറാഖിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് അമേരിക്ക കയറിയതിനെ ന്യായീകരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. ബൈജുവിന്റെ ഈ ലോജിക്ക് ഉപയോഗിച്ച് ബൈജു അതിനെ ന്യായീകരിക്കേണ്ടി വരും. കാരണം എന്താണെന്നറിയോ? റെസല്യൂഷൻ 687 UN പാസ്സാക്കിയപ്പോ ഇറാഖുമായിട്ടുള്ള സീസ് ഫയർ എന്ന് പറയുന്നത് കണ്ടീഷണൽ ആയിരുന്നു. മെറ്റീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ബ്രീച്ച് ഇറാഖ് നടത്തി കഴിഞ്ഞാൽ അവിടേക്കുള്ള ഇൻവേഷൻ അല്ലെങ്കിൽ അവിടേക്കുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് റെസ്റ്റോർ ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ UN റെസല്യൂഷൻ 1441 2002 വന്നിരുന്നത് എന്താണ്? മെറ്റീരിയൽ ബ്രീച്ച് ഇറാഖ് ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ US അവിടെ പോകാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നടന്നിരിക്കുന്ന അധിനിവേശവും നിയമപരമാണെന്ന് പറയേണ്ടി വരും. താങ്കൾ അത് പറയുമോ? ഇറാഖിൽ US നടത്തിയിരിക്കുന്ന നിയമപരമാണെന്ന് പറയുമോ? I know what I am talking. You don't know what you are talking. Absolutely no. ശരി യാഥാർത്ഥ്യം വേണ്ട, സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇറാനെ തോൽപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? കഴിയുമെന്ന് 50% പ്രേക്ഷകർ, കഴിയില്ല എന്ന് 45%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.